മുൻകാലത്തുള്ള ജനങ്ങൾ ജീവിച്ചതുപോലെ നീണ്ട ആയുസ്സോ ആരോഗ്യമോ അല്ലാഹു തആല നമുക്ക് തന്നിട്ടില്ല. പൂർവകാലത്തുള്ള ജനത, നബിമാരായാലും അല്ലാത്തവരായാലും വിശ്വസിച്ചവരായാലും അല്ലാത്തവരായാലും, അവരൊക്കെ ആയുസ് വളരെ നീണ്ടതായിരുന്നു. 300 കൊല്ലം, 400 കൊല്ലം, 500 കൊല്ലം, 600 കൊല്ലം, 700 കൊല്ലം, 1000 കൊല്ലം, 1000-ലേറെ കൊല്ലം വരെ ജീവിച്ച ജനങ്ങൾ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഈ സമുദായത്തിന്റെ ഏജ് പരമാവധി 100ന്റെ ഉള്ളിലാണ്. അതും 60 70 മാക്സിമം. പിന്നെ ബൈ ചാൻസിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. എന്നാലും മുൻകാല ജനത ജീവിച്ചതുപോലെയുള്ള നീണ്ട കാലമുള്ള ആയുസ്സോ ആരോഗ്യമോ ജീവിതമോ നമുക്കില്ല. ആഖിർ സമാനിന്റെ ഉമ്മത്തീങ്ങളാകുന്ന, അന്ത്യനാളിന്റെ ജനതയാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആയുസ് വളരെ കുറവാണെങ്കിലും മുൻഗാമികൾ കുറെ കാലം ജീവിച്ചിട്ട് എടുത്തതായ അമലുകൾക്കുള്ള പ്രതിഫലത്തിന്റെ എത്രയോ ഏറെയാണ് ഈ സമുദായത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള കൂലി. പണ്ടുള്ള ജനങ്ങൾ ചെയ്യുന്ന ഇബാദത്തിന് അത്ര കണ്ട കാലം അവർ ചെയ്യണം എന്നെങ്കിലേ അതിന്റെ ഇബാദത്തിന്റെ കൂലി. പക്ഷേ ഞങ്ങൾക്ക് 1000 കൊല്ലത്തെ അമലിന്റെ കൂലി കിട്ടാൻ 1000 കൊല്ലം ഇബാദത്ത് എടുക്കണമെന്നില്ല. 60 മാസത്തെ കൂലി കിട്ടാൻ 60 കൊല്ലം നോമ്പ് നോക്കണമെന്നില്ല. 60 മാസം നോമ്പ് നോക്കണമെന്നില്ല. ഇപ്പൊ മറ്റൊന്ന് ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച അസ്തമിച്ച വ്യാഴാഴ്ച രാത്രി ഒരു നോമ്പ് സുന്നത്തുണ്ട്, മിഅ്റാജിന്റെ നോമ്പ്. അത് പല ഹദീസുകളുടെ കിതാബുകളിലുണ്ട്. ഇഹ്യായിലുണ്ട്, താരീഖുൽ മുലൂക്കി വൽ ഉമം എന്ന കിതാബിലുണ്ട്, ഫളായിലു ശഹ്രി റജബ് എന്ന കിതാബിലുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഫളായിലു റജബ് എന്ന കിതാബ് ഹിജ്റ 400 രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്, 1000 ആണ്ടുകൾക്ക് മുമ്പ്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഹദീസുണ്ട്. അത് ചില വഹാബികൾ പറയും പോലെ, പുത്തനാശയക്കാർ പറയും പോലെ ഹദീസ് ലൈഫ് അല്ല. ഏതോ ഒരാളെ ക്ലിപ്പ് കേട്ടു ഇന്നലെ, ഒരു പുതിയ ആശയക്കാരന്. അവർക്ക് പിന്നെയുള്ള ആചാരങ്ങളും മുടക്കലും നല്ല നല്ല ആചാരങ്ങളെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യലുമാണല്ലോ പണി. പാക്കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട് റജബിൽ അങ്ങനത്തെ ഒരു പ്രത്യേക നോമ്പേ ഇല്ല, അങ്ങനത്തെ ഒരു ഹദീസേ ഇല്ല, ഒരു കിതാബിലും ഇല്ല. പച്ച കളവാണ് പറയുന്നത്. ഒരുപാട് ഇമാമിങ്ങൾ ഹദീസ് ഉദ്ധരിച്ചെന്ന് മാത്രമല്ല, റജബ് മാസത്തിന്റെ ഒരു നോമ്പ് നോറ്റ ആൾ 27ന്റെ ഒരു നോമ്പിന് 60 മാസം നോമ്പ് നോറ്റ കൂലിയുണ്ട് എന്ന് മഹാന്മാരായ എത്രയോ ഇമാമിങ്ങൾ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഫിഖിന്റെ കിതാബിൽ പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാം. ശർഹ് ഇബ്നു ഖാസിമിലുണ്ട്, ഹാഷിയത്തുൽ ജമലിലുണ്ട്, ഒരുപാട് കിതാബുകളിൽ ആ നോമ്പ് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 60 മാസത്തെ നോമ്പ് നോക്കണമെങ്കിൽ മുൻകാലത്തുള്ള ജനങ്ങൾ 60 മാസത്തെ നോമ്പ് നോക്കണമായിരുന്നു. പണ്ട് കാലത്തുള്ള ജനങ്ങൾക്ക് 60 മാസം നോമ്പ് നോറ്റ കൂലി കിട്ടാൻ അവർ 60 മാസം തന്നെ കഷ്ടപ്പെട്ടിട്ട് നോമ്പ് നോക്കണമായിരുന്നു. പക്ഷേ ഈ ഉമ്മത്തീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും അല്ലാഹു ആദരിച്ച മുസ്തഫായ നബി തങ്ങളെ സമുദായമാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം 60 മാസം നോമ്പ് നോറ്റ അമലിന്റെ കൂലി കിട്ടാൻ 60 മാസം നോമ്പ് നോക്കണമെന്നില്ല. ഒരു നോമ്പ് നോറ്റാൽ തന്നെ 60 മാസത്തെ കൂലിയുണ്ട്. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളും ഓഫറുകളും പ്രത്യേകമായ പരിഗണനകളും വാഗ്ദാനങ്ങളും ഈ സമുദായത്തിന് മാത്രമാണ് അല്ലാഹു നൽകിയത്. ഹബീബുൽ വറാ റസൂലുള്ളാഹ് ഈ ഓഫർ മുൻഗാമികൾക്കില്ല. അവരെ എത്ര ഇബാദത്ത് അത്രനെ. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ആയുസ് കുറച്ചൊന്നു മാത്രം, ബാക്കി എല്ലാത്തിലും നമ്മൾ ഏറെയുള്ളവരെ കൂലിയേറെ വാങ്ങുന്നവരാണ്, നന്മയേറെ കിട്ടുന്നവരാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ പ്രതിഫലം ലഭിക്കുന്നവരാണ്. എല്ലാം കൊണ്ടും അല്ലാഹു ആദരിച്ച സമുദായമാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഉമ്മത്തും മർഹൂമാ. എല്ലാം കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച സമുദായം, അവന്റെ പ്രത്യേകമായ പരിഗണന കിട്ടിയ സമുദായം, അവന്റെ പ്രത്യേകമായ കാരുണ്യം ലഭിച്ച സമുദായം. അല്ലാഹു ഞങ്ങളെ യഥാർത്ഥ ഉമ്മത്തീങ്ങളിൽ പെടുത്തട്ടെ. ചെറിയ ചെറിയ കിടാവെല്ലാം നടന്നുകൊണ്ട് അവിടെ വയറ് കേബിളെല്ലാം ഉണ്ട്, കറണ്ടിന്റെ ജാഗ്രത ആക്കണം. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എള്ളണം മുട്ടീന്ന് കണ്ടെങ്കിൽ എല്ലാ കലക്ഷനും തെറ്റും. അവിടെ ലൈവിന്റെ കുറെ കേബിളെല്ലാം കാണുന്നില്ലേ, നമ്മൾ പള്ളന്റെ ഉള്ളിലുള്ള കറല് പോലെ. അതിൽ ഒന്ന് തെറ്റിയാ എല്ലാം തീരോടത്തോളം കസാലയും ബെഞ്ചനിട്ടോണ്ടിരിക്കുന്ന
അല്ല തുടങ്ങണം. വേനോക്കി ബന്നൂറല്ലേ ഇരിക്കൂ, കസാലല്ലേ ഇട്ടനല്ലാടെ ഇനിയിപ്പോ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് തീരെടുത്തോളം. നമുക്ക് വിഷയം പറയണ്ടേ. എതിരിൽ കുറെ കാലിയുണ്ട്, അതിനാരും പേരല്ല. കാരണം ഇത് ഡേ നൈറ്റ് മാച്ച് അല്ലല്ലേ, ഫെഡലൈറ്റ് മാച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റ് ആയിരുന്നെങ്കിൽ എപ്പോഴാ 5 എതിർലി കെട്ടിയായിരുന്നു. ഇപ്പൊ കുറെ ആയത്തോ അതി ചോദ്യം തമ്മ തക്കിടണം. എതിർക്ക് വരി ഖാലല്ലാഹു അസ്സ വജല്ല. ഇത് ബാക്ക് ഇങ്ങനെ ഇരുന്നിട്ട് വായി വളർന്നിട്ട് കേൾക്കുന്നല്ലാതെ മുമ്പിലേക്കാരും വരാനുണ്ടാവില്ല. ഏത് വട്ടം അല്ലാഹു തആല അവിടെ ഇരിക്കും. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഒരു ആമീനും ചൊല്ലില്ല, ഒരു സലാം ചെല്ലുമ്പോൾ മടക്കൊന്നുമില്ല. എന്തോ ഒരു ബെയിച്ചിട്ട് വരാത്ത പോലെ എന്തോ നിങ്ങളെ കാണുമ്പോ ഇണക്കെ പിടിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഇരുന്നെങ്കാവല്ല, നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണ്. നിങ്ങൾ പറലാടത്തല്ല. ഇപ്പൊ ഈ പരിപാടി തുടങ്ങിയിട്ട് തീരുന്നത് വരെ സ്വർഗത്തിന്റെ തോപ്പ്. അള്ളാന്റെ പ്രത്യേകമായ കാരുണ്യം വർഷിക്കുന്ന നേരം അവന്റെ മലായിക തീങ്ങളെ ഇടന്നും വലുതുമായിട്ടിരിക്കുന്നു. അവന്റെ മലായിക തീങ്ങളെ പ്രൊട്ടക്ഷനിലാണ്. നിങ്ങൾ ഇൽമിന്റെ മജ്ലിസിലാണ്. ഏറ്റവും വലിയ ഇബാദത്തുമായി ബന്ധപ്പെട്ട നേരമാ. നല്ല ജിഗറില് വേണോ, നല്ല ഉന്മേഷത്തില് വേണോ, നല്ല ഉഷാറിൽ ആമീൻ ചൊല്ലണോ. സദസ്സ് കേൾക്കും പോലെ, പ്രകമ്പനം കൊള്ളും പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലണം. നിങ്ങൾ ഒരു വേണ്ടെന്നൊരു നേർച്ച വിട്ടണ്ട, ആർക്കോ വേണ്ടി എന്നതുപോലെ ഇരിക്കണ്ട. നല്ല റാഹത്തിൽ വേണം, നല്ല ഉന്മേഷത്തിൽ വേണം. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതം വളരെ പരിമിതമാണ്, ചെറിയ ആയുസ്. അതിൽ അല്ലാഹുവിന്റെ ലോകത്ത്, അല്ലാഹുവിന്റെ അടുക്കല് ഏറെ അനുഗ്രഹിക്കപ്പെട്ട സമയമേതറിയാ, ഏറെ വിലമതിക്കുന്ന പ്രായമേതറിയാ. നമ്മളെ യുവത്വകാലമാണ്, യൗവനകാലമാണ്, ചോരത്തിളപ്പിന്റെ കാലം. ബാല്യക്കാരത്ത് മോള് കേൾക്കണോ, പൊന്നുമോന് കേൾക്കണോ. ആ നല്ല പ്രായത്തിലാണ് ഞാനും നിങ്ങളും അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിലേക്ക് എടുക്കേണ്ടത്. അല്ലാതെ പ്രായം കുറെ കഴിഞ്ഞിട്ട് അവസാനം മരിക്കുമെന്ന് ഗ്യാരണ്ടി ആയ ആ വയസ്സുകാലത്തല്ല. ആ സമയത്ത് പിന്നെ ഏതായാലും അല്ലാഹുവിലേക്ക് മടങ്ങണമല്ല. കാരണം നാളെ മറ്റേനാളെ മരിക്കാരായില്ലേ, പ്രായമായില്ലേ. അപ്പൊ പിന്നെ മടങ്ങിയതിനും മടങ്ങുന്നതിനും ആ സമയത്ത് നന്നാകുന്നതിനും വിഭാഗത്തെടുക്കുന്നതിനും വലിയ എടുത്തു പറയേണ്ട ആവശ്യമില്ല. യുവത്വകാലമാണ് ഞങ്ങൾ സൂക്ഷിക്കേണ്ടത്, ഞങ്ങളെ യൗവനകാലമാണ് ജാഗ്രതയാക്കേണ്ടത്. കാരണം എല്ലാം കൊണ്ട് പൈശാചികമായ പ്രേരണകൾക്ക്, പിശാചിന്റെ വാഗ്ദാനങ്ങൾക്ക്, എല്ലാ നിലക്കുള്ള ദുഷിച്ച ചിന്തകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പോകുന്ന പ്രായമാണ് ഞങ്ങളെ യുവത്വ പ്രായം. ഞങ്ങളെ നല്ല യുവത്വകാലം, യൗവനകാലം കണ്ടില്ലേ. ഞങ്ങളെ ഇന്നത്തെ ചെറുപ്പക്കാർ സത്യം പറയട്ടെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏറെ ആദരിച്ച വിഭാഗമാണ്, സമുദായമാണ് ഞങ്ങളെ യുവാക്കള്, യുവതികള്. അവരെ പ്രത്യേകം ദീനുൽ ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. അവർ പ്രത്യേകമായ സ്ഥാന ബഹുമാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അഭിമാനത്തോടെ ഞങ്ങളോട് പറഞ്ഞു, ലോകത്തോട് പറഞ്ഞു, ഉസീകും ബിശബാബി ഖൈറാ ഫഇന്നഹും മറഖു അഫ്ഇദാ ലമ്മാ ഖാലഫനി ശുയൂഖ് ഹാലഫനി ശബാബ് ലമ്മാ ഖാലഫനി ശുയൂഖ്. മുസ്തഫ റസൂലുള്ളാഹ് ഉസീകും ബിശബാബി ഖൈറാ. ബാല്യക്കാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണോ, നല്ലത് ഉപദേശിക്കണോ. സ്നേഹത്തോടെ, വിരിശത്തോടെ, വാത്സല്യത്തോടെ, നല്ല ഗുണകാംക്ഷയോടെ അവരോട് ഇടപെടണോ. കണ്ണു ചുരുട്ടിയിട്ട് ഇങ്ങനെ വേണ്ട എന്ന കോലത്തിൽ പെരുമാറണ്ട. അവരെ നിങ്ങൾ ജോറാക്കിയിട്ട് ചൂടാക്കിയിട്ട് ഉപദേശിക്കണ്ട. അവരെ നിങ്ങൾ പ്രഷർ കയറ്റണ്ട. അവരുടെ പ്രായത്തിൽ വല്ല അരുതായ്മകളോ തെറ്റുകളോ വന്നുപോയതിന്റെ പേരിൽ കാലാകാലം അവരെ നിങ്ങൾ മാറ്റി നിർത്തണ്ട, ഒറ്റപ്പെടുത്തണ്ട. ഉസീകും ബിശബാബി ഖൈറാ ഫഇന്നഹും മറഖു അഫ്ഇദാ. അവർ ലോല മനസ്കരാണ്, സോഫ്റ്റഡ് മൈൻഡുകാരാണ്. എന്തും ഏതും പെട്ടെന്ന് ചെയ്യുന്ന ഒരു മനസ്സുള്ളവരാണ്. കൂടുതൽ ചിന്തയോ കൂടുതൽ ദീർഘവീക്ഷണമോ അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. വരും വരായികൾ അവർ ആലോചിക്കണമെന്നില്ല. പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടം ചിലപ്പോൾ അവർക്കുണ്ടാകാം. എന്തും സ്വീകരിക്കാനുള്ള മനസ്സായിരിക്കും അവരത്. കാരണം ആ നിലക്കുള്ള ലോലമായ മനസ്സിന്റെ ഉടമകളാണ് ഞങ്ങളെ യുവാക്കള്, ബാല്യക്കാർത്തികള്. അങ്ങനല്ലേ
അതുകൊണ്ട് തന്നെ യൂത്ത് വിങ് കമ്മിറ്റി എടുക്കുമ്പോ ഒരു മൂത്ത വിങ്ങിനെ അതിന്റെ അഡ്വൈസറി ബോർഡ് ആക്കിയിട്ട് വെക്കും. അതിന്റെ ഉപദേശക ചെയർമാൻ, ഗൗരവാധ്യക്ഷൻ അല്ലേ? അല്ലേ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ലേ? ഞാൻ മയ്യത്തിനോടല്ല സംസാരിക്കുന്നത്, ഞാൻ ജീമുള്ളവരോട് സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ വിഷയം ഒന്നും വരാൻ കഴിയാ. എനിക്ക് എൻ്റെ ഈ പയക്കൊന്നും ഇഷ്ടപ്പെടല്ല. കല്ലുവല്ലി എനിക്കതിൽ ബേജാറില്ല. നാളെ ഒരു ക്ലിപ്പല്ല 4 ക്ലിപ്പ് വന്നെങ്കിൽ എനിക്ക് ബേജാറില്ല. ഇതിൻ്റെ ഇടയിൽ വേറെ വിഷയം ഒന്നും വരാൻ. കാരണം ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഇരുന്നേ ഈ 1 മണിക്കൂറിന്റെ ഇരുത്തത്തിന് അള്ളാന്റെ അടുക്ക 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലിയുണ്ട്. ഇത് നേർച്ച വീട്ടാനുള്ള ഇരുത്തോ ചടങ്ങോ അല്ല. നിങ്ങൾ ചിലപ്പോൾ കയറും, നിങ്ങൾ ചിലപ്പോൾ ചെല്ലും, ഇയാൾക്ക് എന്തോ BP കൂടിയാ. BP അല്ല, ഇത് നല്ലൊരു ഉപദേശം തന്നെയാണ്. ഇത് വളരെ സ്നേഹത്തോട് പറയുന്നതാണ്. ഇതൊരു കളിയല്ല, ഇത് വേണ്ടെന്നുള്ളൊരു പരിപാടിയല്ല. ഇത് കൊല്ലം നടക്കട്ടെ എന്ന് പറഞ്ഞ ഒരു നേർച്ച വീട്ടുന്ന ഒരു ഏർപ്പാടുമല്ല. ഇത് ഈമാനാണ്, ഇത് ഇസ്ലാമാണ്, ഇത് അമലാണ്, ഇത് ഇൽമാണ്, ഇത് ഇബാദത്താണ്. മുസ്തഫായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഇരുത്തമില്ല തഫക്കുറു സഅഹ്, 1 മണിക്കൂർ അള്ളാഹിനെ പറ്റി ചിന്തിച്ചിരിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ഇരിക്കുക, അള്ളാഹിനെ ഓർത്തിരിക്കുക. നമ്മളെ ഇപ്പത്തെ പണി അതല്ലേ അല്ലേ? നമ്മളിപ്പോ ക്രിക്കറ്റ് റണ്ണത്രായി, ബോൾ ലാസ്റ്റാ ഫസ്റ്റാ നല്ല പറയുന്നത്. ഏത് സ്റ്റംപ് തെറിപ്പിക്കേണ്ടതെന്നല്ല ഞങ്ങളെ വിഷയം. ഞങ്ങൾ ഇപ്പൊ അള്ളാഹിനെ പറ്റിയേ പറയുന്നുള്ളൂ. നിങ്ങൾ കേൾക്കുന്നു അള്ളാഹിനെ പറ്റി തന്നെ. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം, ഇത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അള്ളാഹിന്റെ അടുക്ക് കൂലിയുള്ള അമല. അപ്പൊ ഞാനിനി തിരിഞ്ഞു മറിഞ്ഞൊന്നും നോക്കുന്നില്ല. ഇനി മുണ്ടുന്നോർക്കും മുണ്ടാ, പെരുന്നോർക്ക് പേരാ, പോകുന്നവർക്ക് പോവാ. ഞാൻ കണ്ണ് ചിമ്മിട്ട് അങ്ങ് പോന്നു. കാരണം എന്താ അറിയാം, നമുക്ക് പിന്നെ ഇത്ര ഒരു കർശനമായ ഒരു ഇത് പറയുന്നത് എന്താ അറിയാ, നമ്മ ഈ മൈക്കിന്റെ എതിരില്ലേ പോളീസ് സൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ലോണം ക്ഷീണാന്ന്. ഒരേ നാവിലും ഉണ്ടെന്നല്ലേ, 2 കൈയുള്ള പോലെ, 2 കണ്ണുള്ള പോലെ, 2 നാവില്ല അഡ്ജസ്റ്റ്മെന്റ് ആക്കാൻ ഉണ്ടാ. നിങ്ങൾക്ക് ആർക്കും ഉണ്ട് 2 നാവ്. ഒരു തലാട്ടൊന്നുമില്ല, ഒരു മീറ്റിലൊരു ചിരിയും ഇല്ല, എന്തും ഇല്ല. എന്തോ ഒരു മനുഷ്യന്മാരായിപ്പോയി നിങ്ങൾ. റീപ്ലേ തരിക സഹോദരങ്ങൾ, ഇത് ബായ് വളർന്നിട്ട് കേൾക്കാൻ പാട്ടല്ല ഇത്. നിങ്ങളുടെ തലല്ലാട്ടി നിങ്ങൾ ഈ പൂത്തിട്ട് വെച്ച് ഇരുമ്പ് പോലെ കട്ടി പിടിച്ചിരുന്നതിന് നല്ല റിലാക്സിലിരിക്കുക. അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ മുറാദുകളെ ഹസീലാക്കട്ടെ. ഞങ്ങളിലും വേണ്ടപ്പെട്ടവരിലും ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞവരിലും, പ്രത്യേകിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. ഞങ്ങള് പിന്നെ മൊയ്തീൻ ഷെക്കാലി സാഹിബ് പ്രത്യേകം സൂചിപ്പിച്ച, എന്താണ് പേര്, അഷ്റഫ്, ഒരു അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലാണ്, കോഴിക്കോട് ഹോസ്പിറ്റലില്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാഹു തആല അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങൾ പരിപൂർണമായും ശിഫയാക്കി തരട്ടെ. എല്ലാ നിലക്കുള്ള ആരോഗ്യം അല്ലാഹു പൂർണ്ണമായും നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത്, അല്ലാഹു തആലാക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളെ നല്ല പ്രായം യുവത്വ പ്രായമാണ്. യുവാക്കള് യുവതികള് എന്നത് ഇസ്ലാം ഏറെ ആദരിച്ച പരിഗണിച്ച വിഭാഗമാണ്. അവരോട് എങ്ങനെ പെരുമാറണമെന്ന് ദീനുൽ ഇസ്ലാം ഞങ്ങളോട് പഠിപ്പിക്കുന്നുണ്ട്. അവർ സോഫ്റ്റ് മൈൻഡുകാരാണ്, അവർ ഇളം മനസ്സുള്ളവരാണ്, അവർ വളരെ ലോല മനസ്കരാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോട് എപ്പോഴും നല്ല ഗുണകാംക്ഷയോടെ പെരുമാറണം. അവരോട് നിങ്ങൾ നല്ലത് ഉപദേശിക്കണം. അവരോട് നിങ്ങൾ നല്ല മാന്യമായ നിലക്ക് മയത്തോടെ പെരുമാറണം. ബാല്യക്കാരോട് നല്ല സ്നേഹത്തോടെ ഇടപെടണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ അപ്പുറം പറയുന്നത് എന്തറിയാ, അഭിമാനത്തോടെ, ബാല്യക്കാരോടുള്ള അഭിമാനത്തോടെ, ബാല്യക്കാരാരെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ സമൂഹം ചെയ്ത സേവനത്തെ എടുത്തു പറയുകയാണ്. ഖാലഫനി ശബാബ് ലമ്മാ ഖാലഫനി ശുയൂഖ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി, നുബുവത്തിന്റെ പ്രബോധനവുമായി, ജനങ്ങളെ ഇസ്ലാമിലേക്ക് വിളിക്കപ്പെടേണ്ട വലിയ ഉത്തരവാദിത്വവുമായി, തൗഹീദിന്റെ ഉത്തരവാദിത്വവുമായി, നുബുവത്തിന്റെ ചുമതലയുമായി ഞാനതാ മക്ക നാട്ടിൽ ദീനീ പ്രബോധനം നടത്താൻ ഇറങ്ങിയപ്പോ, ജനങ്ങളിലേക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ,
خالفني الشباب لما خالفني الشيوخ എന്റെ ബാക്കിന് കൂടിയത് എന്റെ വാക്കിനെ പെട്ടെന്ന് അംഗീകരിച്ചത് എനിക്ക് താങ്ങായി തണലായി സപ്പോർട്ടായി നിന്നത് എന്റെ വഴിയെ പെട്ടെന്ന് സ്വീകരിച്ചത് ദീനിലേക്ക് കടന്നു വന്നത് ബാല്യക്കാരായിരുന്നു. വയസ്സന്മാർ പലരും മാറി നിന്ന സമയത്ത് പോണോ വേണ്ടേ, മുഹമ്മദിന്റെ കൂടെ കൂടണോ വേണ്ടേ എന്ന് ചിന്തിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ വയസ്സന്മാർ ഈ തൗഹീദ് സ്വീകരിക്കണോ വേണ്ടേ എന്ന് വയസ്സന്മാർ ചിന്തിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ രണ്ടു വട്ടം ആലോചിക്കാൻ വേണ്ടി തയ്യാറായപ്പോ ഒരു വട്ടം പോലും ആലോചിക്കാതെ ഹബീബായ നബി തങ്ങളെ ഉപദേശം കേട്ട് മുസ്തഫായ നബി തങ്ങളെ വഴിയിലേക്ക്, ദീനിന്റെ വഴിയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കടന്നു വന്നവരാണ് ബാല്യക്കാർ. ആദ്യമായി കടന്നു വന്നു പരിശുദ്ധമായ ദീനിലേക്ക് ബാല്യക്കാരാണ്. പിന്നെയാണ് വയസ്സന്മാർ വന്നത്. അതിന്റെ അർത്ഥം വയസ്സന്മാർ ചെറുതെന്നല്ല, അവരെ സൈഡാക്കണോന്നല്ല. ബാല്യക്കാർ ആര് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്. അവർ അവഗണിക്കപ്പെടേണ്ടവരല്ല, അവർ തള്ളിക്കളയപ്പെടേണ്ട വിഭാഗമല്ല, അവർ മാറ്റി നിർത്തപ്പെടേണ്ട വിഭാഗമല്ല. എല്ലാം കൊണ്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നല്ലപോലെ പരിഗണിച്ചു. നിങ്ങൾ നോക്കൂ, ഹബീബായ നബി തങ്ങൾ ദീനിന്റെ പ്രബോധനവുമായിട്ട് മക്കയിൽ ഇറങ്ങിയപ്പോ, മദീനയിലേക്ക് പോയപ്പോ അവിടെയെല്ലാം റസൂലുള്ളാഹി തങ്ങൾ ലെഫ്റ്റ് ഹാൻഡായി, റൈറ്റ് ഹാൻഡായി, മുന്നിലായി, പിന്നിലായി, എല്ലാത്തിലും നബിക്ക് താങ്ങായി തണലായി നിന്നത് ആദ്യം ബാല്യക്കാരായിരുന്നു. യുദ്ധമുഖങ്ങളിലായാലും യുദ്ധരണാങ്കണങ്ങളിലായാലും യുദ്ധമൈതാനികളിലായാലും മറ്റു സ്വകാര്യ ഏത് സമയത്തായാലും ഏത് മേഖലകളിലായാലും ആദ്യമായ റസൂലുള്ളാഹി തങ്ങളെ വിളി കേട്ടത് ബാല്യക്കാരാണ്. ഹംസത്തുൽ കറാർ തങ്ങളെ പോലെ, അലിയാർ തങ്ങളെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലെ, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പോലെ, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ പോലെ, അങ്ങനെ ചുറുചുറുക്കുള്ള ബാല്യക്കാരാണ് ദീനുൽ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നത്. ഹബീബായ നബി തങ്ങൾക്ക് മുന്നിലും പിന്നിലും എല്ലാ നിലക്കുള്ള പ്രൊട്ടക്ഷനായിട്ട് നിന്നതും അവരാണ്. അല്ലേ, ബദറിലും അങ്ങനെ, ഉഹദിലും അങ്ങനെ, എല്ലായിടത്തും അങ്ങനെ. ഹബീബായ നബി തങ്ങൾക്ക് കുളിക്കാനും ഉളെടുക്കാനും വേണ്ടി ഒരുക്കപ്പെട്ട കിണറ, ആ നബി തങ്ങൾക്ക് വേണ്ടി മാത്രം സംഭരിക്കപ്പെട്ട വെള്ളത്തിന്റെ കുഴി, അവിടെ ആ വെള്ളത്തിന്റെ കുഴി വെടക്കാക്കാനും വെള്ളം കോരി കൊണ്ടുപോകാനും ശത്രുക്കളതാ കടന്നു വരുമ്പോ അതിന്റെ മുമ്പിലേക്ക് ചാടിയിറങ്ങിയിട്ട് ധൈര്യമുണ്ടെങ്കിൽ കോരടാ, ഇത് എന്റെ നബിന്റെ ഹൗളാണ്, ഇത് എന്റെ നബിക്കുള്ള വെള്ളമാണ്, തൊട്ടുപോകരുത്, ജാഗ്രത എന്ന് പറഞ്ഞിട്ട് ആ കിണറിന്റെ ചുറ്റും കാവൽ നിന്നത് ഹംസത്തുൽ കറാർ എന്ന ബാല്യക്കാരനാണ്. അമ്പും വില്ലും പിന്നെ അമ്പും വില്ലും ചാട്ടുളിയും പിടിച്ചിട്ടുള്ള ശത്രുക്കൾക്ക് അതിന്റെ നാലയലത്ത് പോലും അടുക്കാൻ കഴിഞ്ഞില്ല. ആ ബാല്യക്കാരനായ ഹംസയായിരുന്നു ദീനിനെ കാവലായത്, ഹബീബായ നബി തങ്ങൾക്ക് കാവലായത്. ഒമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയാസ് വാതിലി മാറടാ. എന്നെക്കാട്ടേറെ നിങ്ങൾക്ക് പാടാൻ അറിയാലോ. ആരാണ് ഹംസ? ചെറിയ പ്രായത്തിലെ ദീനിന് വേണ്ടിയിട്ട് കൊല്ലപ്പെട്ടില്ലേ? കൊല്ലപ്പെട്ടെന്ന് മാത്രമല്ല, ആ ഹംസ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മയ്യത്തായി കിടക്കുന്ന മൃതശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും കീറിയിട്ടെടുത്തെന്ന് മാത്രമല്ല, ആ മഹാനുഭാവന്റെ കൊടൽമാല ചവച്ച് കടിച്ചിട്ട് തുപ്പി ശത്രുക്കൾ. അത്ര കണ്ട് പകയുണ്ടായിന് മഹാനരോട്, ആ ബാല്യക്കാരനോട്. അയാളായിരുന്നു എല്ലാം ദീനിന്റെ കാവൽ. ആ മഹാനരെ ചരിത്രം വായിക്കുമ്പോഴാണ് ഞങ്ങൾ ഇന്നത്തെ ബാല്യക്കാരനെ എടുത്തിട്ട് കിണറ്റിലേക്ക് ഇടണമെന്ന് തോന്നുന്നത്. 5 വയസ്സിന്റെ കൊണയില്ലാത്ത നിങ്ങൾ ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നല്ലേ? നിങ്ങല്ലേ ഈ ബാല്യക്കാരൻ അല്ല, എന്ത് ഏടുള്ള ഒരു നന്മയുടെ വഴിയിൽ, നന്മകളുടെ വഴിയിൽ ഞങ്ങളെ ബാല്യക്കാരയുടെ കാണുന്നു. ഞങ്ങളെ നാട്ടിൽ ഇത്ര ബാല്യക്കാരുള്ള ഇത് പറലാട് അല്ലെ, പറലാട്. ഞങ്ങൾ ഈ പള്ളിന്റെ ഈ പരിസരത്തുള്ള പരന്റെ കണക്കെടുത്തെങ്കിൽ ബാല്യക്കാർ ഇത്ര ആളുള്ളതാ? അല്ല, എത്ര ബാല്യക്കാരുണ്ട് നിങ്ങൾക്ക് ശരിക്കും കണക്കറിയണ? ഒരു 3/4 കണക്കറിയണമെങ്കിൽ നാളല്ല മറ്റൊന്ന് ഷീറിന് കൊടുക്കുമ്പോ ലൈന് നോക്കി മതി. ലൈന് നോക്കി. ഇനി ഫുള്ള് ബാല്യക്കാർ എത്ര ഉണ്ടെന്ന് അറിയണ? ഒരു ഡേ നൈറ്റ് മാച്ച് വെച്ചെങ്കിലേ, പെണ്ണുങ്ങളെ കബഡി വെച്ചെങ്കിൽ ചെല്ലേ വേണ്ട, എല്ലാരും
അപ്പൊ ബാല്യക്കാർ എത്ര ഉണ്ട്, വയസ്സന്മാർ എത്ര ഉണ്ട്, ആൾക്കാർ എത്ര ഉണ്ട്, മഹല്ലത്തിൽ എത്ര ആളുണ്ട്, ഇന്നോളം പള്ളിക്ക് വരാത്തവർ എത്ര ആളുണ്ട് തപ്പറ്. ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല, നിങ്ങൾ ബേജാറാക്കിയല്ല. നിങ്ങൾ ബേജാറാക്കി, കണക്കിൽ ബേജാറും ഇല്ല. ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാൻ വന്നില്ല. നിങ്ങൾ തരുന്ന പയ്യ പോകുമ്പോൾ തരുന്ന 5000 റുപ്യക്ക് നിങ്ങളെ സോപ്പിട്ടിട്ട് പോകാനൊന്നും ഞാൻ വന്നില്ല. നിങ്ങൾ 5000 തന്നോ തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലേ അല്ലേ 6000 തന്നോ. നാളെ ക്ലിപ്പ് വന്നില്ലല്ലോ സാർ. ഞാൻ തമാശയല്ലേ, ഏത് പാട്ട്. അല്ലാഹു തആല ഞങ്ങളെ മജ്ലിസൊക്കെ പോലാക്കട്ടെ. ദീനിന്റെ കാവൽഭടന്മാരായി, ഈമാനിന്റെ നിറകുടങ്ങളായി, ആരുടെ മുമ്പിലും നെഞ്ചി വിരിച്ചവരായിരുന്നു മുൻഗാമികളായ മഹാന്മാർ. എന്തിനെ ഹംസത്തുൽ കർറാർ തങ്ങളിലേക്ക് പോകണോ? എന്തിനവിടേക്ക് പോകണോ? ഞങ്ങളെ കേരളക്കരയിൽ എത്ര വലിയ വലിയ ബാല്യക്കാർ നല്ലവർ കഴിഞ്ഞു പോയി. ചരിത്രം മറന്നുപോയി. എത്രയോ വലിയ വലിയ മഹാന്മാരായ ബാല്യക്കാർ. മംഗലം നടക്കുന്ന വീട്ടിലെ പെണ്ണിനെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിട്ട് കപ്പലിൽ വെച്ചിട്ട് പീഡിപ്പിക്കുന്നു, അതല്ലെങ്കിൽ കട്ടുകൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയല്ല. പിന്നെ ഞങ്ങളെ മലയാളക്കര കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ, പേര് ഞാൻ ഈ സമയത്ത് കുഞ്ഞാലിമരക്കാർ. കുഞ്ഞാലിമരക്കാർ ഒന്നല്ല, കുറെ ആൾക്കാരുണ്ട്. അതിലേറ്റവും പ്രസിദ്ധപ്പെട്ടവരും പറയപ്പെട്ടവരും ഈ മഹാനാൻ. ജസാക്കല്ലാഹു ഖൈറ ഉസ്താദ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെയും ഞങ്ങളുടെയും ഇൽമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ മഹാനുഭാവന്റെ ചരിത്രം കേൾക്കണോ? ഞങ്ങളെ കോഴിക്കോടുകാരനാണ്, ഞങ്ങളെ കേരളക്കാരനാണ്. കോഴിക്കോടോ മലപ്പുറോ എന്ന് എനിക്ക് ഓർമ്മയാകുന്നില്ല. ഈ മലയാളക്കര കണ്ട ഏറ്റവും നല്ല മനുഷ്യനാണ്, ബാല്യക്കാരനാണ്. അന്നത്തെ രാജകൊട്ടാരത്തിലെ നല്ല യോദ്ധാവാണ്, ധൈര്യശാലിയാണ്. എല്ലാത്തിനേക്കാളുപരി നല്ല ഈമാനിന്റെ നിറകുടമാണ്. ഒരു നിസ്കാരം പോലും കളാക്കിയിട്ടില്ല, ഒരു ജമാഅത്ത് പോലും ഒഴിവാക്കിയിട്ടില്ല, ഒരു തെറ്റ് പോലും ചെയ്യാതെ സൂക്ഷിച്ചോ. ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മഹാന്റെ മംഗലത്തിന്റെ അന്ന് എന്നൊരഭിപ്രായം, അതല്ല കട്ടുകൊണ്ടുപോയ പെണ്ണിന്റെ മംഗലത്തിന്റെ അന്ന് എന്നൊരഭിപ്രായം. ഏതുവാകട്ടെ, നല്ലൊരു സമുദായം, ഈ സമുദായത്തിൽപ്പെട്ട ഒരു ബാല്യക്കാരത്തി പെണ്ണിന്, നല്ലൊരു ചെറുപ്പക്കാരത്തിയായ പെണ്ണിന്, സുന്ദരിയായ സുമുഖിയായ പെണ്ണിന് ബ്രിട്ടീഷുകാർ അതല്ലെങ്കിൽ ഡച്ചുകാർ കട്ടുകൊണ്ടുപോകുന്നു, അവളെ പിടിച്ചു കൊണ്ടുപോകുന്നു, ബലാത്കാരം ചെയ്യുന്നു. കടലിലാണ്, കടലിലാണ്, കപ്പലിലാണ്. ഈ വാർത്ത എറിഞ്ഞ മഹാനായ കുഞ്ഞാലിമരക്കാർ ചെന്നുപോടുന്നു. കള്ളുകുടിച്ച് മതോന്മത്തരായ മസ്തന്മാരായി കപ്പലിൽ കിടക്കുന്ന ആ ശത്രുക്കള്, ആക്രമികള് നന്നായിട്ട് വകവരുത്തുന്നു, പെണ്ണിനെ രക്ഷപ്പെടുത്തുന്നു. അതിന്റെ ഇടക്കഥ മഹാനായ കുഞ്ഞാലിമരക്കാർ തങ്ങളും കൊല്ലപ്പെടുകയാണ്. ചരിത്രത്തിന്റെ പ്രാമാണിക പക്ഷം വെച്ച് നോക്കുമ്പോ മഹാനരുടെ ഡെഡ് ബോഡി കഷ്ടമാക്കുന്നു. മഹാനരുടെ തലയടിഞ്ഞത് ഏതോ ഒരു നാട്ടില്, തടിയടിഞ്ഞത് പിന്നൊരു നാട്ടില്. ബാല്യക്കാരനായിരുന്നു, വഴിതെറ്റാത്ത നല്ല ബാല്യക്കാരൻ. നാളല്ലാന്റെ പരലോകത്ത് അർശിന്റെ തണല് കിട്ടുന്ന ബാല്യക്കാരൻ. ചോദിക്കട്ടെ എന്റെ നല്ല ചെറുപ്പക്കാരാ, നല്ല കൂട്ടുകാരാ, എന്ത് ഈമാനാണ്, ഇസ്ലാമാണ് ഞങ്ങളെ വർത്തമാന കാലഘട്ടത്തിലെ ബാല്യക്കാരിൽ കാണാനുള്ള? എന്തിന് ഞങ്ങളെ ബാല്യക്കാരുടെ പെണ്ണും ഇതുപോലെ തന്നെയല്ല? അവളുടെ കളി കണ്ട, ചിരി കണ്ട ഏതോ ഒരു മായാലോകത്താണ്. ദീനില്ല, നിലപാടില്ല, ഈമാനില്ല, ഇസ്ലാമില്ല. ഏതോ ബാല്യക്കാരത്തി പെണ്ണിന്റെ കഥയല്ല പറഞ്ഞ, ഞങ്ങളെ മോളെ വിഷയം, ഞങ്ങളെ മോളെ വിഷയം, ഞങ്ങളെ മോളെ വിഷയം ചെന്ന് ഈജിപ്തുകാരെ പെണ്ണിടാക്കളെ വിഷയം തല്ലേ. എന്നോട് വന്ന കോര നോക്കിയാലേ ഇപ്പൊ കൂടെ ഇരുന്ന് നിങ്ങളെ നോക്കി, എന്നെ നോക്കി, ഓരോ നോക്കി. അപ്പൊ ഈ മാനി ചൊരിയുന്നു ഇല്ലേ? തലയില് തൊപ്പി, അല്ല പെണ്ണിന്റെ കാലില് വറ, കൈക്ക് വറ, മൂക്കില് വറ, എല്ലാം വറ. ഈ മാന്റെ കട്ട. അതേ ചെക്കനും പെണ്ണും ഞാനും നിങ്ങളും നാളെ സുബഹിക്ക് കോളേജിക്ക് പോകുമ്പോ, സ്കൂൾക്ക് പോകുമ്പോ, ബജാർക്ക് പോകുമ്പോ, മംഗലത്തിന് പോകുമ്പോ, നാലാൾക്കാർ കൂടുന്നവിടെ പോകുമ്പോ ഏണ്ടി വറയല്ലോ. ഈ ഈമാന്റെ കട്ടല്ല എടപോയി. അത് വയലിന്റെ ഇടയ്ക്ക് വരുമ്പോ മാത്രം വേണ്ടിയതാ. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ
ഉമ്മജിന്റെ മോളല്ലാതെ മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിരിശപ്പെട്ട മകള് ഫാത്തിമ. എല്ലാം കൊണ്ടും റസൂലുള്ളാഹി തങ്ങളെ കോപ്പി അടിച്ചവരായിരുന്നുവല്ലോ ബീവി ഫാത്തിമ. ആയിഷ റളിയല്ലാഹു തആല അൻഹ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ പോലും പറഞ്ഞല്ല, ഞാൻ കണ്ടതിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ നിലക്കും ആ നടത്തവും ആ ചിരിയും ആ ഇരുത്തവും കോപ്പി അടിച്ച ആളായിരുന്നു ഫാത്തിമ. ശബീഹത്തു റസൂലില്ലാഹ്, ശബീഹത്തു റസൂലില്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ അശ്ബഹ സംതം വദല്ലൻ വഹദിയ ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖിയാമിഹാ വഖുഊദിഹാ മിൻ ഫാത്തിമത ബിൻതി റസൂലില്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസാണ്, ഇരുത്തത്തിലും നടത്തത്തിലും സ്റ്റപ്പിലും ചിരിയിലും എല്ലാത്തിലും ഫാത്തിമാനെ കണ്ട റസൂലിനെ കണ്ടതുപോലെ ഹബീബായ നബി തങ്ങൾ അതേ ലുക്കായിരുന്നു, അതേ ചിരിയായിരുന്നു. എല്ലാം കൊണ്ട് നബി തങ്ങൾക്ക് പിരിശപ്പെട്ട മോള് സുബ്ഹാനല്ലാഹ് നല്ലവരും നല്ലവരായി ജീവിച്ച ആ പെണ്ണ്, ബാല്യക്കാരത്തി പെണ്ണ്, 15 വയസ്സിൽ അതല്ലെങ്കിൽ 18 വയസ്സിൽ കല്യാണം കഴിക്കപ്പെട്ടോ 25 വയസ്സാണ് എന്റെ ഇടയിൽ ലോകത്തോട് വിട പറഞ്ഞു പോയി. ബാല്യക്കാരത്തി പെണ്ണായിരുന്നല്ലോ ഫാത്തിമ. മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ബീവി അസ്മാ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ബേജാറ് പറഞ്ഞു, ഞാൻ മരിച്ചെങ്ങന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ 4 ആൾക്കാർ കാണുമല്ലോ. എന്നെ നോക്കി മൊബൈലെല്ലാം കുറച്ചു നേരം സൈലന്റ് ആക്കി. എന്ത് ജീവസങ്കടം ഉണ്ടെങ്കിൽ ഇപ്പൊ നിപ്പിച്ചോളണം. 1 മണിക്കൂർ അല്ലാക്കിരിക്കട്ടെ, 23 മണിക്കൂറും ദുനിയാവിലേക്ക് പോയില്ലേ. കളിക്കും ചിരിക്കും, വെണ്ടക്ക മേങ്ങാനും മാങ്ങ മേങ്ങാനും വത്തക്ക മേങ്ങാനും പിന്നെന്ത് മീന് മേങ്ങാനും എംപി തീർക്കാനും അംബാനിന്റെ റീചാർജ് ആക്കാനും പെട്രോൾ അടിക്കാനും അമ്മായിക്ക് ഫോൺ ആക്കാനും യോ ബ്രോക്ക് ഹായ് ഹായ് അടിക്കാൻ 23 മണിക്കൂർ അങ്ങനെ പോയില്ലേ. 1 മണിക്കൂർ അല്ലാക്കിരിക്കട്ടെ, ഇതിന്റെ ഇടയിലും നമ്മോട്ട് നന്ദി. ഇപ്പൊ ആരും പോയിട്ടില്ല, 10 മിനിറ്റ് കഴിഞ്ഞ പോകും. ഹലോ ഹലോ വരണ്ട നീ ഞാനില്ലെന്നോ. 1 മണിക്കൂർ അല്ലാക്കിരിക്കട്ടെ, നാളെ മരിക്കണ്ടേ കാണുന്നില്ല. കല്ലുപോലോത്ത ചെക്കന്മാർ ഇപ്പൊ മരിക്കുമെന്നൊരു ചിന്തയുമില്ലാതെ ബിസിനസ്സിലായി കളിചിരികളിലായി അവരവരുടേതായ ജോബുകളിൽ ജോലികളിൽ വ്യാപൃതരായി കഴിയുന്നതിന്റെ ഇടക്ക് പെട്ടെന്ന് മാങ്ങ വീഴും പോലെ, ഇലയറ്റ് വീഴും പോലെ, ഞെട്ടറ്റ് വീഴും പോലെ മരണപ്പെടുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് വെച്ചിട്ട് നല്ലൊരു മുഞ്ചനായ ഒരു ബാല്യക്കാരന്, ഞാൻ പേര് മറന്നുപോയി, അതിന്റെ 1 ദിവസമോ 2 ദിവസമോ മുമ്പ് ബായാറിൽ വെച്ചിട്ട് പുതിയാപ്പിളന്റെ കൂടെ പോകുന്നതിന്റെ ഇടയ്ക്ക് നല്ലൊരു മുഞ്ചനായ ഒരു ബാല്യക്കാരന്, ചുറുചുറുക്കുള്ള ബാല്യക്കാരന്, അല്ലാഹു അവർക്ക് 2 ആൾക്കും ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവരെ ഖബറല്ല സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അവരല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അപ്പൊ കളി മറന്ന് അല്ലാഹനെ മറന്ന് കളിക്കണ്ട, കാര്യം മറന്ന് കളിക്കണ്ട, ബോധമില്ലാതെ നടക്കണ്ട. കാലം മുഴുവനും ഇവിടെ കഴിയേണ്ടവനാണ് എന്ന ചിന്തയിൽ നീ അങ്ങനെ പോകണ്ട. ഇപ്പല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കേണ്ടവരാണ്, നാളെ ഖബറിലേക്ക് പോകേണ്ടവരാണ്, അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ എന്നാണെന്നറിയില്ലല്ലോ. എന്നായാലും നമ്മൾ പോണ്ടേ. അല്ലാഹു പോകുന്ന സമയത്ത് ഈമാനോടെ ഞങ്ങളെ സലാമത്താകട്ടെ. അല്ലാഹു ഈമാനോടെ ഞങ്ങളെ സലാമത്താകട്ടെ. അപ്പൊ അള്ളാനെ നന്ന മറന്നിട്ട് ജീവിക്കണ്ട, പള്ളിയെ മറക്കണ്ട, നിസ്കാരം മറക്കണ്ട, ജന്മം നൽകിയ മാതാപിതാക്കളെ മറക്കണ്ട. എപ്പോഴും 24 മണിക്കൂറും പൊന്നുമോള് മൊബൈലില് കുത്തിരിക്കണ്ട. വയല് പറയാനും ഒരു മടിയാണ്, നാളെ ക്ലിപ്പും വരും. ഞങ്ങളെ സ്വർഗം ഞങ്ങൾ തീർമാനിക്കണ്ട ഉസ്താദ്, ഞങ്ങളെ സ്വർഗം ഞങ്ങൾ നോക്കിക്കോളാം.
ഞങ്ങൾ നരകത്തിലേക്ക് പോകുന്നൊന്നും മോശമില്ല, ഞങ്ങളെ ജീവിതം ഇങ്ങനെ പോട്ടു ഉസ്താദേ. ഇത് ഓരോടല്ല, ഇത് അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള വയലല്ല. ഇത് ഈമാനുള്ളവർക്ക്, ഇത് ഇസ്ലാമുള്ളവരോട്, ആഖിറത്തെ വിശ്വസിക്കുന്നവരോട്, ആഖിറത്തെ പേടിക്കുന്നവരോട്. ഇന്നിപ്പോ ടിക്ടോക്കിന്റെ പേജ് ഒന്ന് മറിച്ച് നോക്കിയാൽ, ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ, സോഷ്യൽ മീഡിയ നോക്കിയാൽ, സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ പെണ്ണിന്റെ തുള്ളലോട് തുള്ളലല്ല, ചില തരിമോക്കില്ലാത്ത മാപ്പിളമാറ് പോലും അതിന് സാത്ത് കൊടുക്കുന്നു. അവരെ വീട്ടിന്റെ അന്നത്തിന്റെ ചെലവ് പോലും ഈ വീഡിയോ ഇട്ടിട്ടാണ്, റിലീസ് ഇട്ടിട്ടാണ്, ഈ റിലീസ് ഇട്ടിട്ടാണ്, ഈ എംപി തീർത്തിട്ടാണ് യൂട്യൂബിലൂടെ കിട്ടുന്ന വരുമാനമാ. അപ്പൊ തിരിച്ചൊരു ചോദ്യം ഉണ്ടാവും, മൊയിലാരെ നിങ്ങളെ വാഴ്ന്നു യൂട്യൂബിലല്ലേ, നിങ്ങൾക്ക് പൈസ വരുന്നില്ലേ? യൂട്യൂബ് പറ്റ വേണ്ടെന്നില്ല അറിയില്ലേ, പൈസ വേണ്ടെന്ന് അറിയില്ല. അത് ആക്കുന്നൊരു വഴിയുണ്ട്, അത് സമ്പാദിക്കുന്നതിനൊരു വഴിയുണ്ട്. നീ വയല് പറഞ്ഞിട്ട് 4 ആൾക്കാർക്ക് ഇൽമു ചൊല്ലി കൊടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് പൈസ ആക്കുന്നതിന് മോശമൊന്നുമില്ല. അതല്ല വിഷയം. അല്ലാഹ് പൊരുത്തപ്പെടാത്ത കാര്യത്തിലേക്ക് നീ ആ രീതിയിൽ ഇറങ്ങിപ്പോയാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബുണ്ട്, മറക്കണ്ട. യൂട്യൂബ് ഇല്ല, എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ല, ഇന്നോളം ഇല്ല. അത് ഈമാൻ കൂടി ആക്കാത്തൊന്നും അല്ല, എനക്കതാക്കാൻ അറിയാല. നിങ്ങൾ വിചാരിച്ചോണ്ട് ഇളവുലിയായിട്ട് എന്താക്കാത്ത, എനക്കതാക്കാൻ അറിയാല. അല്ല കുറെ ആൾ കേട്ടാ വേണോ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഭയങ്കര അല്ലേ, ഞാൻ ഭയങ്കര ആടി ഇരുന്നോട്ട്. ഇപ്പൊ തൽക്കാലം വേണ്ട, വലിയ വലിയ ആൾക്കാർ വേല കേട്ട് നടന്നോളി. ഞമ്മന്റെ വേക്കുന്ന പോയിട്ടാ ഞാനീ പറയുന്ന വാല്യൂ എല്ലാവർക്കും അല്ല, തമാശയാക്കുന്നവർക്കല്ല, പരിഹസിക്കുന്നവർക്കല്ല, ആലിമീങ്ങളെ ആക്ഷേപിക്കുന്നവർക്കല്ല. ദീനിന്റെ കാര്യം പറഞ്ഞിട്ട് ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോ ആലിമീങ്ങളെ മേക്കിട്ട് കയറുന്ന നാമധാരി മുസ്ലിമീങ്ങളോടല്ല, യഥാർത്ഥ മുഅ്മിനീങ്ങളാകുന്ന മുസ്ലിമീങ്ങളാകുന്ന നിങ്ങളോട്, നല്ലവരായ നിങ്ങളോട്, ഈമാനിന്റെ അഹ്ലുകാരായ പർലാടം മഹല്ലത്തുകാരോട്, എന്റെ വാല് കേൾക്കാൻ ഇവിടെ കൂടിയ നാട്ടുകാരായ നല്ലവരോട് മാത്രമാണ് ഈ ഉപദേശം. ഒന്നും മറക്കണ്ട, നാളെ പരലോകമുണ്ട്, മഹ്ശറയുണ്ട്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയന്റെ എല്ലാരും അല്ലെ, എന്തും ഏത് വീഡിയോ, തിന്നുന്നതും ടോയ്ലറ്റിൽ ഇരിക്കുന്നതും മാങ്ങ മുറിക്കുന്നതും തക്കാളി മുറിക്കുന്നതും കിടാവ് ഉറങ്ങുന്നതും മാപ്പിള വരുന്നതും സ്കൂളിലേക്ക് വാനിൽ കയറുന്നതും, ഇതാ വരുന്നു, ഇതാ എന്റെ കുട്ടി, ഇതാ നോക്കിക്കോളൂ ഗൈസ്. എന്ത് ഗൈസ്, എന്തിത്? ഇത്തിരി പോന്ന കുഞ്ഞു പല്ല് വന്നിട്ട കിടായിന് കാൽഡടിന്റെ ചോപ്പ് മാറിയിട്ട, നാവൊന്നും മുലപ്പാലിന്റെ മധുരം പോയിട്ട, അങ്ങനെയുള്ള കിടാവും യൂട്യൂബ് ചാനൽ. എങ്ങനെയുണ്ട് നമ്മളെ കിടാവ്? എനിക്ക് വലിയ അഭിമാനം ചെന്ന ബാപ്പ ഉമ്മ, എന്റെ കിടാവ് മോശമില്ല, കിടാവിന് യൂട്യൂബ് ചാനലുണ്ടോ? 4 ആടത്തെ ചാനൽ എല്ലാം ഔട്ടാവും. ചിരിക്കാൻ പറയുന്നതല്ല, ജാഗ്രത. അത് നല്ലതിനല്ലെങ്കിൽ അത് അനിസ്ലാമികമായ കാര്യങ്ങൾക്കാണെങ്കിൽ, അത് ഗുണമല്ലാത്ത കാര്യത്തിനാണെങ്കിൽ നീ നാളെ ആഖിറത്തിൽ വിരല് കടിക്കേണ്ടി വരാം. ഓരോന്നിനും നീ അല്ലാഹുവിന്റെ മുമ്പിൽ എണ്ണി മറുപടി പറയേണ്ടി വരാം. ഞാൻ പറഞ്ഞു വന്നത്, ബാല്യക്കാരത്തെ മോള്, നിന്നെ പോലെ ചോരത്തളപ്പുണ്ടായിരുന്ന പെണ്ണായിരുന്നു, ബാല്യക്കാരത്തിയായിരുന്നു ബീബി ഫാത്തിമ. റളിയല്ലാഹു അൻഹാ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് അസ്മാ റളിയല്ലാഹു തആല അൻഹാനെ വിളിച്ചിട്ട്, അസ്മാ റളിയല്ലാഹു അൻഹ ഫാത്തിമയുമായി നല്ല ബന്ധമായിരുന്നു. ഹസൻ എന്നവരുടെ പേറ്റെടുത്തത് അസ്മയാണ്. ഫാത്തിമ ബീവി ഹസൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പ്രസവിക്കുന്ന നേരത്ത് അവിടെ ഒരു എല്ലാ നിലക്ക് കൈത്താങ്ങായി സപ്പോർട്ടായി പേറ്റെടുക്കാൻ നിന്നത് ബീവി അസ്മയാണ്. ബീബി അസ്മ ആ സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളെ പ്രസവിക്കുമ്പോ ഫാത്തിമ ബീവിക്ക് പ്രസവരക്തം കണ്ടില്ല, ഒരു തുള്ളി ചോര പോലും വന്നില്ല. അസ്മാ റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഫാത്തിമ റളിയല്ലാഹു തആല എന്നെ പ്രസവിച്ചു നബിയേ, നല്ല തങ്കക്കുടം പോലത്തെ കുഞ്ഞ് നബിയേ,
അത്ഭുതം എന്തറിയോ നബിയേ, പ്രസവരക്തം കണ്ടില്ല നബിയേ. സാധാരണ പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ഒരവസ്ഥയാണല്ലോ പ്രസവരക്തം. അതുണ്ടാവുമല്ലോ, ഉണ്ടാവണമല്ലോ, ഇല്ലെങ്കിൽ അത് രോഗമല്ലേ, അത് ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാ ഫാത്തിമക്ക് അതുണ്ടായിട്ടില്ലല്ലോ നബിയേ. രക്തം കണ്ടില്ല എന്ന അസ്മാ ബീവി പറഞ്ഞ നേരത്ത് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞെന്തറിയാ, അസ്മാ അമാലിംതി അന്നഹാ ത്വാഹിറത്തും മുതഹ്ഹറാ. എനിക്കറിയാല അസ്മാ, അതെന്റെ മോളാണ്, അതെന്റെ മോള്. അവൾ എല്ലാം കൊണ്ടും ശുദ്ധിവതിയാണ്, പരിശുദ്ധവതിയാണ്. അവൾക്ക് ഹൈലില്ല, ഹൈലുണ്ടായിട്ടുണ്ട്, പക്ഷെ ഹൈല് രക്തം പുറപ്പെട്ടിട്ടില്ല. അവൾക്ക് പ്രസവ രക്തം പുറപ്പെട്ടിട്ടില്ല. അത്തരം മ്ലേച്ഛതകളിൽ നിന്ന്, മലിനങ്ങളിൽ നിന്ന് അവളെ അല്ലാഹു തആല കാത്തിട്ടുണ്ട്. അതാണ് ഫാത്തിമ. എന്തുമുണ്ടെന്നില്ല, എനിക്ക് നല്ല ബേജാറാന്നാവോ. ഫാത്തിമ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അങ്ങനെയുള്ള മജ്ലിസിനെ സംബന്ധിച്ച് മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിഞ്ഞ അത് നാറ്റമുള്ള മജ്ലിസാണ്. എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്ത മജ്ലിസ് അത് മൂക്കുപൊത്തിയിട്ടിരിക്കേണ്ട മജ്ലിസ്, അത് ദുർഗന്ധമുള്ള മജ്ലിസ്. ഖാല റസൂലുള്ളാഹി. ഹലോ സർ, ഞങ്ങൾ മെല്ലെ ചെന്ന് നിങ്ങൾക്ക് കേൾക്കുന്നില്ല, കുറച്ച് വെച്ചും ചെല്ലി എനിക്ക് കേട്ടെങ്കിൽ ഇപ്പൊ കൊബള് മാറും. മെല്ലാക്കുന്ന നീങ്ങ, ബാക്കി എല്ലാത്തിനും ഇവിടെ ആർക്കുന്നല്ല. ഈ കുറച്ച് കേൾക്കും പോലെ ചെല്ലി, കേൾക്കും പോലെ പറയുന്നറിഞ്ഞ അങ്ങനെ കേൾക്കുമ്പോ നമുക്കൊരു സമാധാനം, ഒരു എനർജി കൂടും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഞാൻ വാലിയല്ല കടപ്പുറത്താണ്, കൂറ്റൂല്ല കൗചൂല്ല അല്ല, അങ്ങനെ തോന്നിപ്പോന്ന് എനിക്ക്. അപ്പൊ നമുക്ക് റാഹത്താവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. അല്ലാഹു തആല ഞങ്ങൾ കബൂലാക്കട്ടെ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് അസ്മാനെ വിളിച്ച് പറഞ്ഞെന്തറിഞ്ഞ, അസ്മാ എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ, എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എല്ലാരും കാണുമല്ലോ, ഞാനൊരു പെണ്ണല്ലേ, ഞാനൊരു പെണ്ണല്ലേ, എന്നങ്ങനെ എല്ലാരും കാണാൻ കഴിയാലോ, ഞാനൊരു പെണ്ണല്ലേ, ഞാനൊരു പെണ്ണല്ലേ, എന്നങ്ങനെ എല്ലാരും കാണാൻ കഴിയാ, എനിക്കെല്ലാവരെ മുമ്പിലും എന്റെ തടിനെ കാട്ടാനും കഴിയാ. മയ്യത്ത് കൊണ്ടുപോകുമ്പോ കാണുമല്ലോ, അപ്പൊ അതിനെന്ത് വഴി? ചരിത്രം കേൾക്കണം എനിക്ക്. അതുവരെ പിന്നെ കുറെ സഹാബത്ത് മരിച്ചിന്, മുസ്തഫായ റസൂലുള്ളാഹി മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. എല്ലാരും മയ്യത്തും പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയത് കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്തിട്ട് പടിക്കഷ്ണം വെച്ചിട്ട്, പടിക്കഷ്ണത്തിൽ മയ്യത്ത് വെച്ചിട്ട്, കട്ടിലില്ല. 4 സൈഡ് ഇങ്ങനെ കവറായിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള കട്ടില് അന്നില്ല. അത് ഫസ്റ്റ് വന്ന് ഫാത്തിമ ബീവിയുടെ മയ്യത്ത് കൊണ്ടുപോകാൻ ഫാത്തിമ ഉമ്മാന്റെ ആവശ്യമായിരുന്നു. ആദ്യമായിട്ട് എത്തോപ്യക്കാർ ആദ്യം അവിടെ കണ്ടു. ആ നിലക്കുള്ള പലക, റൗണ്ട് കവറായിട്ടുള്ള പലക. അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബേജാറാവണ്ട, ആ നിലക്കുള്ള മയ്യത്ത് കട്ടില് നിങ്ങൾ കൊണ്ടുപോകും, നിങ്ങളെ മയ്യത്താരും കാണില്ല. അലിയാർ തങ്ങളോട് പോലും 3 വസിയത്ത് ചെയ്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്നതിന് മുന്നേ ബാല്യക്കാരത്തി മോള് കേൾക്കണോ ഇത്, ഉമ്മ കേൾക്കണോ ഇത്, നാളെ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ഫാത്തിമ ബീവി കൈപിടിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. ഫാത്തിമ ബീവിയുടെ കയ്യൊപ്പ് കിട്ടാതെ നിങ്ങൾക്ക് സ്വർഗമില്ല. ഫാത്തിമ ബീവിയെ കാണാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. കാരണം ഫാത്തിമയാണല്ലോ സ്വർഗത്തിലെ ലേഡീസിന്റെ പെണ്ണുങ്ങളുടെ ലീഡർ. ഫാത്തിമത്തു നിസാ, ഫാത്തിമത്തു സയ്യിദത്തി നിസാഇൽ ജന്ന, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗലോകത്തെ പെണ്ണുങ്ങളെ ലീഡർഷിപ്പ് ഉള്ള ആളാണ് ഫാത്തിമ. ആരാ സ്വർഗത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിലും ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ അറിയാതെ പോവില്ല. എന്നാ കേട്ടോ പെങ്ങളെ, നിന്റെ വയല് കേൾക്കുന്ന നല്ല പെണ്ണ്, ആ ഫാത്തിമ ബീവി കടന്ന സ്വർഗത്തിൽ ഞങ്ങൾക്കും കിടക്കണമെങ്കിൽ ഫാത്തിമ ബീവി ജീവിച്ച ജീവിതത്തിന്റെ കുറച്ചെങ്കിലും ഞങ്ങൾ ഫോളോ ചെയ്യണ്ടേ. വയലിന്റെ ഇടയ്ക്ക് വരുമ്പോ മാത്രം മൂക്കലക്കെല്ലാം കവറിട്ട് വന്നാൽ മതിയാ? എപ്പോഴും വേണ്ടേ? ഇപ്പത്തെ മനുഷ്യന്മാരോ എന്തെല്ലോ ഇടക്കലോ എത്തി, ലോകം അങ്ങ് എത്തി, വിടക്കായിട്ട് എന്തെല്ലോ എത്തി.
നമ്മളെ മംഗലത്തിന്റെ കോലം കാണണം. പുതിയ പുതിയ വീഡിയോ എല്ലാം വരുന്ന കാണാൻ നമുക്ക് അതിനെ കാട്ടി ബേജാറാണ്. ആരില് പറയുന്നു, അല്ല ഉസ്താദെ നിങ്ങൾ വയലിൽ കടുക്കലെ ചെല്ലണോ? കണ്ട, ഞങ്ങൾ കടുക്കൽ ഇടുന്ന ചെല്ലണോ? തോന്നിയിട്ട് ഞങ്ങൾ കടുക്കലെ ചെല്ലണോ? എന്നിട്ട് നാളെ നാട്ടിൽ അതിന് എതിരായിട്ട് ഇവിടെ മംഗലം നടക്കുമ്പോ കമ്മിറ്റിക്കാർ പോയിട്ട് പൊക്കിളി വിരിയോളം വിരിച്ചിട്ട് നിന്നിട്ട് വരും. ഞങ്ങളുടെ കടുക്കല് ചെല്ലണല്ലോ, അനാചാരങ്ങൾക്കെതിരെ ഞങ്ങൾ കടുക്കല് ചെല്ലണോലോ. കമ്മിറ്റിക്കാർക്ക് എന്തും പണിയില്ല. ഞങ്ങളുടെ കടുക്കല് ചെല്ലണ്ടേ, കമ്മിറ്റിക്കാർ കടുക്കല നിൽക്കണോ? അങ്ങനത്തെ മംഗലം പറ്റാല. ഞങ്ങൾ മംഗലത്തിന് കടലാസ് തരാല, ഞങ്ങൾ മംഗലത്തിന് ഖത്തീബിന് വിടാല. നിങ്ങളെ മംഗലത്തിന്റെ സ്റ്റൈലും കോലും ചെല്ലി പൈസ എല്ലാവർക്കും തന്നിനി, ആചാർക്കും ഉണ്ട് മൂജാർക്കും ഉണ്ട്. പൈസന്റെ അഹങ്കാരം ഒന്നും മംഗലത്തിൽ കാട്ടണ്ട. മംഗല ഇബാദത്താണ്, അത് ഇസ്ലാമികമായിരിക്കണം. അതിന്റെ ആചാരങ്ങൾ കടാകടി ആയിരിക്കണം, അത് പറയണം. അങ്ങനെയുള്ള മംഗലത്തിനെ ഞങ്ങൾ കൂടോ സപ്ലൈ ആക്കാൻ ഞങ്ങൾ വരുമെന്ന് ബാല്യക്കാരും പറയും. അല്ലാതെ തിന്നും കിട്ടുന്നു 3000 രൂപ ശമ്പളം കിട്ടുന്നു, പൈസ കിട്ടുന്ന കൈക്ക് ടവളും കെട്ടി പോയിട്ട് ഇങ്ങനെ സപ്ലൈക്ക് നിൽക്കുന്നതല്ല. ആ പൈസ വേണ്ട, അത് ബർക്കത്തില്ലാത്ത പൈസ, അതിന് സഹായിക്കണ്ട. പള്ളി 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 ലെറ്റർ പേഡ് തന്നിട്ട് മംഗലാക്കണം കഴിയുന്നില്ല, മംഗലത്തിന് എന്തും ആവതില്ല, പെണ്ണുമോൾ വലുതായിന് എന്തും ഇല്ല, സഹായിക്കണോ? സഹായിച്ചു, എല്ലാവരും സഹായിച്ചു. അവസാനം നോക്കുമ്പോ മംഗലത്തിന്റെ ഒന്ന് യാറബ പൊടി പാർന്നു, എന്ത് വെടി എന്ത് വട്ടാക്കി. കുമ്പള ജാത്രക്ക് പോലും അങ്ങനെ പട്ടിച്ചിട്ട് മംഗലത്തിന് സഹായിക്കുമ്പോ ഇനി ജാഗ്രത ആക്കണം. അങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ സഹായിക്കേണ്ടത് തന്നെ. ആര് വന്നും കൊടുക്കണോ? ഇന്നോവ കാറിൽ വന്നെങ്കിലും കൊടുക്കണമെന്നാ നിയമം. കൊടുക്കണോ? പക്ഷെ കാലം പെടക്കായിനല്ല, ഞങ്ങൾ പെടക്കായില്ല. കാലം പെടക്കായില്ല, അത് പിന്നെ ചെല്ലണ മാത്രമല്ല, ആലങ്കാരിക്കായിട്ട് ചെല്ലണ മാത്രം. കാലം പെടക്കായില്ല. കാലം മണ്ടത്ത് പോലെ തന്നെ സുബയാന്ന് മോന്ത്യ, തിങ്കളാഴ്ച ചൊവ്വാഴ്ച, തിങ്കളാഴ്ച ചൊവ്വാഴ്ച, മാർച്ച് ഏപ്രിൽ ഷാബാൻ റജബ്. കറക്റ്റ്. എന്തു ചേഞ്ച് ആയിട്ടാ ഞങ്ങൾ ചേഞ്ച് ആയി. ഞങ്ങൾ പിന്നെ കാലത്തിന് ചൊല്ലിക്കൊള്ളു, നാൾ പെടക്കായി നീ പെടക്കായിന് ആട്. نعيب زماننا والعيب فينا وما لزماننا عيب سوانا. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞല്ല, ഞങ്ങൾ നാളിനെ കുറ്റം പറയാ, ഞങ്ങൾ മാസത്തെ കുറ്റം പറയാ, കഴിഞ്ഞ ആഴ്ച മോശം ഉണ്ടായിട്ടില്ല, ഈ ആഴ്ച എന്തും പോരാന്ന് എന്നിങ്ങനെ നാളുകളെ ഞങ്ങൾ ആക്ഷേപിക്കും, കുറ്റപ്പെടുത്തോ. സമയത്തെ ഞങ്ങൾ ആക്ഷേപിക്കലുണ്ട്. സത്യം പറയട്ടെ, സമയത്തിന് ഒരു ഫോൾട്ടും ഇല്ല. ഞങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ മോശ, സമയമല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കൊടുക്കുമ്പോ നല്ല ജാഗ്രത വേണോ, നല്ലോണം ജാഗ്രത ആക്കണോ. മഹല്ലത്തുകാർ നല്ല ധീരമായ തീരുമാനമെടുക്കണോ. കാലികത്തി ഉസ്താദിന്റെ മാത്രം നിങ്ങൾ മംഗലത്തിന് പോണ്ട, ആടെ വേണ്ടുണ്ടോലോ, ആടെ ചെണ്ട ഉണ്ടോലോ, ആടെ അതുണ്ടോലോ, നിങ്ങൾ അതിന് പോണ്ട ഈന് പോണ്ടെന്ന് കത്തി വിച്ചാക്ക് ഓർണി. അയാളെന്താക്കുന്ന ശമ്പളത്തിന്റെ പണിക്കാരനല്ലേ? ഞാൻ അങ്ങനല്ലേ വെച്ചിന്. സത്യത്തിൽ അവർ പണിക്കാരല്ല, അവർ അള്ളാഹിന്റെ ലോകത്ത് ഏറ്റവും വലിയ മഹൽ. 2-3 പണി, അത് പണിയല്ല, അത് സേവനമാണ്. ഡോക്ടറിന്റെ അത് പണിയല്ല, ഉസ്താദുമാരത് പണിയല്ല, അത് സേവനമാണ്. അതിന് നമ്മ പണിയായിട്ട് കണക്കൂട്ടാനേ പാടില്ല. ആ സേവനത്തിന് ഞങ്ങൾ ഒരു ഹദിയ കൊടുക്കുന്നു മാത്രം. പണിക്കാരായിട്ട് കൂട്ടേണ്ടതല്ല ഡോക്ടറൊന്നും. അയാളാ ഞാൻ പണിക്കാരനല്ല, പോയിട്ട് ഒത്തിരി എന്താവും എല്ലാത്തിന്റെ ആർത്തത അതൊക്കെ കിട്ടി മിത്തൊക്കാവല്ലേ. 2-3 കൂട്ടരത് പണിയല്ല, സേവനമാണ്. അങ്ങനെ കാണുന്നത് ഇരിക്കട്ടെ. ഞമ്മ എന്താക്കുന്ന ഓർക്കാണ് വലിയ ഖടാക്കടി തീർമാനം കൊടുക്കുന്നത്. കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് ഉസ്താദ് ഇങ്ങനെ നമ്മളാടെ മറ്റേ മംഗാലുണ്ട് ജില്ല കെട്ടിന് കാളിയാര് തീരുമാനമുണ്ട്, സംയുക്തമാത്തിന്റെ തീരുമാനമുണ്ട്, ഞങ്ങൾ തീരുമാനം എടുത്തില്ല. എന്തെന്ന് അടങ്ങനെ വെടി പൊട്ടുന്ന കൊണ്ടു നീ ഒരു വിഷയാക്കി നിങ്ങൾ പോണ്ട നിക്കായി. ഇയാള് പോയിട്ടില്ല. ഇയാൾക്ക് ഉച്ചക്കത്തെ ഷോറും ഇല്ല. ആകെ മാസത്തിൽ കിട്ടുന്ന 2 മംഗാല, ആ ബിരിയാണിയും പോയി. ഈ കമ്മിറ്റി കൂടിയ 9 ആളും പോയിട്ട് 3 കോടിയോളം തിന്നിട്ട് വന്നപ്പോ പല്ലിന്റെ ഇടക്ക് ഗോൾ ഇട്ടിട്ട് ഉസ്താദ് എന്ത് ബിരിയാണി അറിഞ്ഞ ഇയാൾക്ക് എന്തോ ഇയാൾ ഇങ്ങ പോയിരുന്ന ഇങ്ങനെ കടക്കൽ തീരുമാനിക്കണം. സമുദായം നന്നാവണമെങ്കിൽ ഉമറാക്കൾ നന്നാവണം. ഉലമാക്കൾ മാത്രമല്ല, ഉലമാവും 2 നന്നാവണം. അവർ ഒത്തൊരുമയോടെ നീങ്ങണം. നമുക്ക് പാർട്ടിയാക്കിയിട്ടേ തീരുന്നില്ല. ഓരോരോ മഹല്ലത്തില് 10-12 പാർട്ടികളായി, ഓരോരോ വീടിന്റെ അകത്തും എന്തോരം പാർട്ടികളായി. പള്ളികളെല്ലാം പലരും പിടിച്ചെടുക്കുന്ന സമയത്ത് പോലും അതെല്ലാം അമ്പലമാണ്, പൂജന്റേതാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ കയ്യിലാക്കുമ്പോഴോ ഞങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല.
സമുദായമേ ഉണരണേ, നന്നാകണേ. അതിനെതിരെ നല്ല നിലക്ക്, മയമായ നിലക്ക്, നിയമപരമായ നിലക്ക് പ്രതിഷേധിക്കണേ. അല്ലാഹുവോട് ദുആരക്കണേ. ഞങ്ങൾ നന്നായാ തന്നെയല്ല നമ്മളിലേക്ക് കേടുവരാം. ഞമ്മ നന്നായാ മതി, വേറൊന്നും ചെയ്യണ്ട. നീ കല്ലെറിയണ്ട, നീ പിടിയെടുക്കണ്ട. അതൊന്നും ഞങ്ങളെ ശൈലിയല്ലല്ലോ, അത് ഞങ്ങളെ പാരമ്പര്യമല്ലല്ലോ. റോഡ് സൈഡിൽ വെച്ചിട്ട് പ്രതിഷേധിക്കുക, ടയർ കത്തിക്കുക, അതൊന്നും ഞങ്ങളെ സംസ്കാരമല്ല, അത് ഇസ്ലാമികമല്ല. ഞങ്ങളെ സംസ്കാരം ആദ്യം ഞങ്ങൾ നന്നാവല് തന്നെയാണ്. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ, നിങ്ങൾ യഥാർത്ഥ ഈമാനിന്റെ അഹലുകാരായി കഴിഞ്ഞാൽ, കരകളഞ്ഞ ഒറിജിനൽ ഈമാനിന്റെ ആൾക്കാരായി കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെയാണ് ടോപ്പിലുള്ളവരാ. നിങ്ങളെ പരാജയപ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കോ വ്യക്തിക്കോ സാധ്യമല്ല. ശത്രുക്കളുടെ ആയുധമോ ശസ്ത്രങ്ങളോ വസ്ത്രങ്ങളോ അവരുടെ വെടിയുണ്ടകളോ കോപ്പുകളോ ബോംബുകളോ പദ്ധതികളോ ഗൂഢാലോചനകളോ ഒന്നും ഞങ്ങളെ ഈമാനിന്റെ മുമ്പിൽ വില പോവില്ല. അതല്ലേ ബദർ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത്, അതല്ലേ ബദരീങ്ങളിലൂടെ നമുക്ക് അല്ലാഹു തആല തന്ന മെസ്സേജ്. അവർ എത്ര പേര്? 313 പേരല്ലേ. 313 എന്ന് പറഞ്ഞാ 300 അല്ല, വിരലിലെണ്ണാവുന്നതേയുള്ള അവർ പോരാടിയതാ, അവർ എതിരിട്ടതാ, അവർക്ക് നേരിടേണ്ടി വന്നതോ എല്ലാ നിലക്കുള്ള ആയുധങ്ങളും പടക്കോപ്പുകളും കത്തിയും വാളും പലിജിയും കയ്യിലുണ്ടായിരുന്ന 1000-ലേറെ വരുന്ന മന്നന്മാരോട്, ശത്രുക്കളോട് അല്ലേ. പക്ഷേ ആ ശത്രുക്കളെ പൊടി പോലും കണ്ടില്ല. അവരെ അല്ലാഹു പരാജയപ്പെടുത്തി. കാരണം എന്തറിയാ? 2 സംഭവമാണ്. ഒന്ന്, 313 മനുഷ്യന്മാർ ആധാർ കാർഡിൽ മാത്രം മുസ്ലിമീങ്ങളായവരല്ല, ഒറിജിനൽ മുസ്ലിം. ഞങ്ങ ആധാർ കാർഡിൽ, ഐഡന്റിറ്റി കാർഡിൽ, ലൈസൻസിൽ, പിന്നെ റേഷൻ കാർഡിൽ, ഇതിലെല്ലാം മുസ്ലിമോ. കർമ്മങ്ങളിലെ ആചാരങ്ങളിലെ ഒരു ഇസ്ലാമിയത്തും ഇല്ല. എന്ത് ഇസ്ലാമിയത്തുള്ള? ഞങ്ങളെ ഡ്രസ് കോഡാ, ഞങ്ങളെ വേഷം അതിൽ ഇസ്ലാമിയത്തുണ്ട, ഞങ്ങളെ ഹെയർ സ്റ്റൈൽ അതിൽ ഇസ്ലാമിയത്തുണ്ട, ഞങ്ങളെ പെണ്ണിന്റെ ഡ്രസ് ഓളെ നടത്തോ, എന്ത് ഇസ്ലാമിയത്തുള്ള? ആധാർ കാർഡില് മുത്തലിബ് ബിൻ ഹാമിദ് ഹാഷിം അർ-റിഫാഇ പേര് കേൾക്കുമ്പോ 3 വട്ടം റളിയല്ലാഹു അൻഹു ചൊല്ലണം. അങ്ങനത്തെ പേര്. ഓളെ പേരെന്ത്? ലൈസൻസില്, ആധാർ കാർഡ്, റേഷൻ കാർഡില് ഫാത്തിമത്തുൽ കുബ്റാ ഖൈറുൻ നിസാ. യാ റഹ്മാനെ, പേര് കേട്ടെങ്ങനെ നടപടിയോ ആചാരോ ഈമാൻ ഇസ്ലാമോ? ഇത് ഫസ്റ്റ് പറഞ്ഞത് നിങ്ങളോടല്ല, ഫസ്റ്റ് എന്നോട്, പിന്നെ നിങ്ങളോട്. നിങ്ങൾക്കുള്ള മാത്രമല്ല വിചാരിച്ചോണ്ട. അവ്വലം ബി നഫ്സി, ആദ്യം എന്നോട്. ഞങ്ങളെ ഈമാന് കറക്റ്റ് ആയ പേടിക്കണ്ട. ബദറിൽ പേടിച്ചില്ല, ബദർ രണാങ്കണത്തിൽ പേടിച്ചില്ല. 313 ആൾക്കാർ ബദറിയില്ല, ഇല്ല. അവർ അല്ലാഹു സഹായിച്ചു. കാരണം അവരെ ഈമാന് കറക്റ്റ് ഉണ്ടായിന്, അവരെ കർമ്മങ്ങൾ നന്നായിന്. അതോടൊപ്പം റസൂലുള്ളാഹിന്റെ നല്ല ദുആയും ഉണ്ടായിന്. അല്ലാഹുമ്മ ഇൻ തുഹ്ലികുഹും ലാ തുഅബദു ബഅദഹാ. പടച്ച റബ്ബേ, നീ ഇവരെ നശിപ്പിക്കരുത് അല്ലാഹ്. എന്റെ അനുയായികളാകുന്ന സഹാബത്തിനെ പരാജയപ്പെടുത്തരുത് അല്ലാഹ്. ഹബീബായ നബി തങ്ങളെ ദുആയും അതുപോലെ തന്നെ കരകളഞ്ഞ ഈമാനും ഒത്തുകൂടിയപ്പാ അതിനെ പറഞ്ഞു ദുആരക്കണോ, പ്രതിഷേധിക്കണോ എന്ന് പറഞ്ഞ ദുആരക്കണോ, നിയമത്തിന്റെ വഴിയിലൂടെ പോണോ. അല്ലാതെ ചില ആൾക്കാർ പറയും പോലെ ജയിലിൽ നിറക്കണോ. ജയിലിൽ നിറച്ചോ നാറിട്ടുള്ളോ, കുടുംബ പട്ടിണിയായിട്ട് അടുപ്പിൽ ചേര വാങ്ങാൻ ഓന്റെ ഓരോരുത്തരുടെ സ്പീച്ച് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആരും നാളോട് ഗുലുമാലാക്കാൻ നിൽക്കണ്ട. ആ ഗുലുമാലാക്കുമ്പോ അപ്പ വിചാരിച്ചോളി ഓൻ തന്നെ, വേറെ ആരുമല്ല. അലിമീങ്ങൾ ചെല്ലുമ്പോ ഓർക്കെന്തോ അറിയാലോ, ഓർ പള്ളിയിലല്ലേന്ന്. കാലിമാറുമുണ്ടോ എന്താ കാളി, ഏടത്ത കാളി. തങ്ങന്മാർ വിഷയം ചെല്ലുമ്പോ എന്ത് തങ്ങാണ്, ഏതങ്ങാണ്. ഓനാണ് ഇപ്പൊ ഇസ്ലാമിന്റെ സംരക്ഷണം ഏറ്റെടുത്തിനെ.
ഓന്റെ വിഷയം കേട്ടിട്ടാ ഈ സമുദായത്തിന്റെ പലരും ഇന്ന് ജയിലറകളില് അല്ലേ, കുറ്റപ്പെടുത്തുകയല്ല. ആ വീട് പട്ടിണിയാണ്, അവിടെയുള്ള ഉമ്മ മക്കൾ കരയുകയാണ്. ഒന്ന് പോയിട്ട് അന്വേഷിച്ച് നോക്കൂ. പ്രതിഷേധിക്കണ്ടേ? പ്രതിഷേധിക്കണോ? നിയമത്തിന്റെ വഴിയിലൂടെ, മാന്യമായ വഴിയിലൂടെ, ലീഗലായ നിലക്ക് അല്ലേ. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ മഹാരാജ്യത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എല്ലാം ഓർക്ക് അനുകൂലമല്ലേ. കാണുന്നില്ല ഇപ്പൊ ആരും കേൾക്കാൻ പിക്കാനുണ്ട്. ഗ്യാൻ ബാപ്പി മസ്ജിദ് 400-ലേറെ വർഷമായി അള്ളാഹ് ശുചീകരണ പള്ളി, അവിടെ അതാ ഇന്നലെ മീനാരത്തിനിടയിൽ തുടങ്ങി. മറ്റേ ഇനിയിപ്പോ ഒരു 40-50 അടിങ്ങന്നവും കോടതിയും കേസും കീഴ്കോടതിയും മേൽക്കോടതിയായിട്ട് അവസാനം വിധി വരും, പൊളിച്ചെടുക്കണം. ബാബരി മസ്ജിദായ പോലെ ബാബരി മസ്ജിദ് പൊളിച്ചത് അവിടെ മറ്റൊരു ഇത് ജന്മഭൂമിയാണ്. അയാൾ അവിടെ ജനിച്ചു. മര്യാദ പുരുഷോത്തമൻ, അയാൾ നല്ല ആളാണ്, ഐതിഹ്യമാണ്, പുരാണമാണ്, അത് വേറെ വിഷയം. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ പള്ളിന്റെ അവിടെയാണ് ഒരാളെ പെറ്റിന്, അവിടെയാണ് ജന്മസ്ഥലം. ഞാൻ ഈ വിവാദം പറയുന്നതല്ല. എന്നിട്ട് അവിടെ പള്ളി പൊളിച്ചു, അവർ അമ്പലം കെട്ടി. എന്നിട്ട് ഇപ്പൊ ഇത് കെട്ടിയതാടെ അവിടെ പോയി പഠിച്ചവരും കൂടുതൽ അറിവുള്ളവരും പറഞ്ഞത് 3-4 കിലോമീറ്റർ അപ്പുറാക്കിയിട്ടാണ് പള്ളി കെട്ടിയത്. പിന്നെ പള്ളി വിളിച്ചതിന് അമ്പലം കെട്ടിയത്. പിന്നെ പള്ളി വിളിച്ചതിന് നമ്മളെ ഉപദ്രവിക്കണം. അതന്നെയാണ് ചില ആൾക്കാരുടെ അജണ്ട. അപ്പൊ അതിന് ഞങ്ങൾ വളം വെച്ചു കൊടുക്കാൻ കഴിയും. ഇനി മാന്യമായ രീതിയിൽ ഇടപെടുക, നിയമത്തിന്റെ വഴിയിലൂടെ ഇടപെടുക, സമുദായം നല്ല നിലക്ക് ഇടപെടുക, നന്നായിട്ട് സമുദായം ഒന്നിക്കുക, ധാരാളം ഈമാനുള്ളവരാവുക, നല്ലോണം ദുആരക്കുക. ദുആ പോലോത്ത ഒരു പ്രൊട്ടക്ഷൻ, ദുആ പോലോത്ത ഒരു രക്ഷ, ദുആ പോലോത്ത ഒരു ആയുധം, ദുആ പോലോത്ത ഒരു പ്രതിരോധ ശക്തി വേറെയില്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ ഹബീബുൽ വറാ റസൂലുള്ളാഹ്. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. ദുനിയാവിന്റെ കളിചിരികൾക്ക് പിന്നാലെ പോണ്ട, ദുനിയാവിന്റെ കളി തമാശകൾക്ക് പിന്നാലെ പോണ്ട, എങ്ങനെങ്കിലും പൈസ ആക്കണമെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കണ്ട. ഏതെങ്കിലും കോലം കെട്ടിയിട്ട് കഴുത്തിലേക്ക് മാല, കൈക്ക് ചെയിന്, അരലി ചെയിന് എന്നെല്ലാം പറഞ്ഞിട്ട് ഇന്നത്തെ ബാല്യക്കാരുടെ, ഞങ്ങളെ യോയോ ചെറുക്കന്മാരുടെ സ്റ്റൈല്, ഇതൊന്നും അല്ലാഹുവിന് പൊരുത്തമല്ല. ദുനിയാവിന്റെ ഇച്ചക്കൊത്തിട്ട് നീ ജീവിക്കുന്നെങ്കിൽ, ദുനിയാവിന്റെ പളവളപ്പിന്റെ ബാക്കിന്നാണ് നീ പോകുന്നെങ്കിൽ, ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക് പിന്നാലെയാണ് നിന്റെ ചിന്തയെങ്കിൽ, പള്ളി മറന്നിട്ട്, അള്ളാനെ മറന്നിട്ട്, ദീന മറന്നിട്ട്, ഈമാന മറന്നിട്ട് നീ ജീവിക്കുന്നെങ്കിൽ, അതാ ഖുർആൻ പറയുന്നുണ്ട്, വഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. അല്ലാഹനെ മറന്നുപോയവന്, അല്ലാഹനെ മറന്ന് ജീവിച്ചവന്, ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ, ദുനിയാവിന്റെ ആഡംബരങ്ങൾക്ക് പിന്നാലെ, ദുനിയാവിന്റെ കളിതമാശകൾക്ക് പിന്നാലെ പോയ ആണുങ്ങളില്ലേ, പെണ്ണുങ്ങളില്ലേ, ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. അവരുടെ പാർപ്പിടം കത്തിയാളുന്ന നരകമാണ്, കത്തിയാളുന്ന നരകമാ. അവരുടെ പര്യവസാനം നരകത്തിലാണ്, ഭീകരമായ നരകമാണ്. നല്ല പോലെ ആലോചിച്ചോ, നല്ല പോലെ കേട്ടോ. അള്ളാന്റെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ എപ്പോഴും അള്ളാന്റെ ചിന്തയിൽ വേണോ. ആ നിലക്ക് ജീവിക്കുമ്പോ കട്ടപ്പാടുകളൊന്നും കട്ടപ്പാടായിട്ട് തോന്നേല, പരീക്ഷണങ്ങളായിട്ട് തോന്നേല, വിഷമങ്ങളായിട്ട് തോന്നേല. എപ്പോ ഞാനും നിങ്ങളും അള്ളാന്റെ ഈമാനുള്ളവരാകണം. ബീബി മാഷിത്ത, ബീബി മാഷിത്ത വെച്ചും ചെല്ല്. ബീബി മാഷിത്ത റളിയല്ലാഹു. ആരറിയോ ബീബി മാഷിത്ത? നിങ്ങൾ ക്ഷീണിച്ച നല്ലോണം പാപത്തിന്റെ മനുഷ്യന്മാരോ ഈ നാട്ടുകാർ. ബാക്കി ബെർലിട്ടം കടിക്കാറില്ല, ഒന്നും മുണ്ടൊന്നുമില്ല, ഒന്നുമില്ല. ബീബി മാഷിത്ത റളിയല്ലാഹു അൻഹാ. നിങ്ങൾ ഇങ്ങനെ ഒരു നന്ന പാപാവുമില്ലേ, നമുക്ക് ഒരു വെടിച്ചളാവും. നിർത്തി റാബിയ നിർത്ത. ഇങ്ങനെ ഈ റേഡിയോ ഓണാക്കിട്ട് വെച്ച പോലെ ഇതിനെന്താ അർത്ഥമില്ല. എനക്കതാന്നില്ല. ഞാൻ നല്ലതായിട്ട് പറയുന്നതല്ല. അപ്പുറപ്പുറമെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കി, ഞമ്മ ബാല്യക്കാരല്ലേ, അപ്പുറപ്പുറം ഗഡ്ബിടിയെല്ലാം ആവും. എന്നാലും നിങ്ങൾ ഒരു ജിഗറിലുണ്ട്, ഒരു തലെല്ലാം ആട്ടുന്ന്, സൗണ്ടെല്ലാം കേൾക്കുന്നാകുമ്പോ നമുക്ക് നമ്മളെ ബച്ചള് സമാധാനം. ഇനി ഇത്രയെല്ലാം ചെലവിട്ടിട്ട് ഒരു ഉപകാരമെങ്കിലും വേണ്ടേ? ഇനി വലിയ ചെലവില്ലേ? ഇല്ലേ? സൗണ്ടിന്റെ ഓപ്പറേറ്ററിന് സൗണ്ട് നീ ഇത്ര നല്ല സൗണ്ട് വെച്ചിട്ട് ചെലവില്ലേ? വണ്ട കിട്ടിയതാ അത്.
ലൈവിന്റെ ആൾക്ക് കൊടുക്കണ്ടേ? ഇത്ര നല്ല ക്ലാരിറ്റിയിൽ ഈ ലോകത്തേക്ക് അലീൻ എത്തിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നാട്ടുകാർക്കല്ല ലൈവ്, നാട്ടുകാർ കൂടെ തന്നെ പറഞ്ഞോ. പുറത്തുള്ളവർക്ക് കേൾക്കുന്ന മാത്രം ലൈവ് വെച്ചില്ലേ, നാട്ടുകാർക്കല്ല. ലൈവ് ഉണ്ടല്ലേ, ഞാൻ കൂടെ കേൾക്കുന്നുണ്ട്, പണ്ടുള്ളിൽ ആരും കേൾക്കുന്നെങ്കിൽ അത് പോയി. നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് കിടക്കാൻ തന്നെ പറഞ്ഞു. പിന്നെ പള്ളിയും പറമ്പല്ല ആയിരിക്കും മയ്യത്തോണ്ടിരിക്കാൻ. അത് പുറത്തുണ്ടവർക്ക് ഇത്ര നല്ല ലൈവ് അത് ഇതെല്ലാം വെച്ച് ഇത്രയെല്ലാക്കി ചെലവില്ലേ? പി ഉസ്താദുമാരെല്ലാം നാളെ മറ്റന്നാൾ മദ്രസും കാര്യമെല്ലാം ഉള്ളൂർ. സുബൈക്ക് 6 മണിക്കെല്ലാം എണിച്ചിട്ട് ക്ലാസ്സിൽ പോകേണ്ട മനുഷ്യന്മാർ അവരല്ലേ 11-10 മണിയായിട്ട് ഉറം കഴിഞ്ഞിട്ട് ഇരിക്കുന്നില്ലേ? നീ ഈ വയസ്സന്മാരെല്ലാം മറ്റു കൂടിയതെന്ന്, ഈ ബാല്യക്കാരെല്ലാം മറ്റു കൂടിയതിനെ ഇതൊരു ഗുണം പോണം. ഇത് ആഖിറത്തിലേക്കുള്ള ഒരു അമലാണ് എന്ന് ചിന്തിക്കണം. ഈ ഇരുത്തത്തിനേ കൂലിയുണ്ട്. ഈ കേട്ടനേ കൂലിയുണ്ട്, ഈ പഠിച്ചനേ കൂലിയുണ്ട്. ചെറിയ കാര്യമല്ല. അള്ളാഹു ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. ഞാൻ എന്തു പറഞ്ഞേ എന്റെ ഇടയിൽ ഗോവിന്ദ ബാക്കിയെല്ലാത്തൊരു സൗണ്ട് ഉണ്ട്, ഇതിനെ സൗണ്ട് ഇല്ലാത്ത. ഞാൻ എന്ത് പറയുന്നുണ്ട്? ബീബി മാഷിത്ത റളിയല്ലാഹു അൻഹ. ആരറിയോ ബീബി മാഷിത്ത? ഇത് ഈ മാസത്തിലാണല്ലോ മിയറാജ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മുഹാനി എന്ന തന്റെ മൂത്താപ്പാന്റെ വീട്. ഉമ്മുഹാനി എന്നത് നബി തങ്ങളെ ഭാര്യയല്ല. നബി തങ്ങൾക്ക് അങ്ങനത്തെ ഒരു പെണ്ണും മോളും ഇല്ല. പിന്നെ ആര് ഉമ്മുഹാനി? ആരത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാപ്പ മരിച്ചിട്ടാകുമ്പോ പിന്നെ അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പയാണ് എല്ലാം ഏറ്റെടുത്തത്. നബി തങ്ങളെ പോറ്റിയതെല്ലാം ഉപ്പാപ്പ. 5-6 വയസ്സാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പാപ്പവും മരണപ്പെട്ടു. അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു. ഉപ്പ മുന്നേ മരിച്ചില്ലല്ലോ, ഉപ്പനെ കണ്ടിട്ടേ ഇല്ലല്ലോ റസൂലുള്ളാഹി. കണ്ടിനാ ഇല്ല. ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു മുത്തു റസൂലുള്ളാഹിന്റെ പൊന്നുപ്പ. പിന്നീട് എല്ലാ നിലക്കും അനാഥത്വം തോന്നിപ്പിക്കാതെ, ബാപ്പാ ഇല്ല എന്ന വിഷമം അറിയിക്കാതെ പൊന്നാര റസൂലുള്ളാഹി എന്ന കുഞ്ഞു പൈതലിനെ പോറ്റിയത്, പിന്നെ പരിപാലിച്ചത് ഉപ്പാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. 5-8 വയസ്സാകുമ്പോ ആ മഹാനരും ലോകത്തോട് വിട പറഞ്ഞു. ആ സമയത്ത് ഈ കുട്ടിയുടെ മുസ്തഫ റസൂലുള്ളാഹിന്റെ എല്ലാ നിലക്കുള്ള ചുമതലയും ഉത്തരവാദിത്വവും ഏൽപ്പിച്ചു കൊടുത്തത് അബൂ താലിബിനാണ്. അതായത് മൂത്താപ്പ. അതെ, അവരുടെ മകളാണ് ഉമ്മുഹാനി. നബി തങ്ങളെ മൂത്താപ്പന്റെ മോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം ഏകദേശം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം പോലും നടന്നനെ ഉമ്മുഹാനിന്റെ വീട്ടിൽ വാർക്കുമ്പോഴാണ്. ആ ഉമ്മുഹാനിയുടെ വീടുമായിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ആ ഉമ്മുഹാനിയുടെ വീട്ടിൽ രാത്രി ഉറങ്ങുമ്പോ റജബ് 27 മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു വിളിപ്പിച്ചു. പിരിശപ്പെട്ട ഭാര്യ മരണപ്പെട്ടു ഖദീജ. എല്ലാം കൊണ്ട് താങ്ങായി തണലായി നിന്ന ഖദീജ, മക്കത്തെ രാജാത്തിയായ ഖദീജ, വലിയ പണക്കാരിയായിരുന്ന ഖദീജ, എല്ലാം പിരിശപ്പെട്ട ഭർത്താവാകുന്ന റസൂലുള്ളാഹിക്ക് കൊടുത്തു. റസൂലുള്ളാഹിക്ക് എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു. ആ നിലക്കുണ്ടായിരുന്ന ഖദീജ മരണപ്പെട്ടു പോയല്ലോ. റസൂലുള്ളാഹി തങ്ങളെ മനസ്സ് തകർന്നു. എല്ലാം കൊണ്ട് താങ്ങായി നിന്ന് ഖദീജ മരണപ്പെട്ടപ്പോ ഹബീബായ നബി തങ്ങളെ മനസ്സാകെ തളർന്നു പോയി. ഖദീജ ആരായിരുന്നു? നബി തങ്ങളെ ഭാര്യ. നബി തങ്ങൾക്കുണ്ടായ എല്ലാ മക്കളും ഖദീജാന്റേതാണ്. 7 മക്കളിൽ എല്ലാരും ഇബ്രാഹിം എന്ന കുട്ടി ഒഴികെ ബാക്കി എല്ലാ ആണുമക്കളും പെണ്ണുമക്കളും ഖദീജ ഉമ്മാവറ്റതാണ്. നബി തങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ നിലക്കുള്ള സപ്പോർട്ട് നൽകിയവരാണ് ആര്? ഖദീജ. ഖദീജ വലിയ മൾട്ടി ആയിരുന്നു. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൽക്കുവാൻ തജാവല്ല. കേട്ടിട്ടില്ലേ? മക്കത്തെ രാജ്ഞിയായിരുന്നു ഖദീജ. ചെറിയ ആളല്ല.
റസൂലുള്ളാഹിനെക്കാളും കുറച്ച് ഏജ് കൂടുതലുണ്ട് എന്നത് നേരെ. പക്ഷേ സൗന്ദര്യത്തിന് കുറവില്ലായിരുന്നു, അദബിനും അച്ചടക്കത്തിനും കൾച്ചറിനും കുറവില്ലായിരുന്നു. നല്ല മര്യാദയുള്ള പെണ്ണായിരുന്നു, നല്ല അദബുള്ള പെണ്ണായിരുന്നു. മാണിക്യ മലരായ പൂവി മഹദിയം ഖദീജ ബീവി. സിനിമ പാട്ടല്ലാതെ അത് സിനിമക്ക് പയ്യോർ എടുത്തതാണ്. ആ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. റസൂലുള്ളാഹി അതിന്റെ മുമ്പേ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. പിന്നെ ഖദീജയും ഉണ്ടായിരുന്നു, ഖദീജ ഉമ്മാവും മരണപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ ആകെ തളർന്നു പോയി. തളരുമല്ലോ, ഒരു സപ്പോർട്ട് ഉണ്ടായ ഒരാൾ, ഒരു മനസ്സിന് സമാധാനത്തിന് ധൈര്യത്തിനുണ്ടായ ആൾ പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും പോയി നമ്പോ എന്താ ഒരാള്. അത് റസൂലുള്ളാഹി തങ്ങളാണെങ്കിലും മക്കത്തി എല്ലാവരും കല്ലെറിയുന്ന ഒരു കാലം, എല്ലാവരും ഒറ്റപ്പെടുത്തി ജീവിക്കുന്ന ഒരു കാലം. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആ സമയത്താണ് അള്ളാഹു വിളിക്കുന്ന നബിയെ, നിങ്ങൾ ഒറ്റക്കല്ല, തളരണ്ട നബിയെ, തകരണ്ട നബിയെ, ബേജാറാവണ്ട നബിയെ. ആരിട്ടേച്ചു പോയാലും ആര് മരണപ്പെട്ടാലും ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞിട്ട് മുസ്തഫ റസൂലുള്ളാഹിനെ അല്ലാഹുവിലേക്ക് വിളിപ്പിക്കുന്നു. അതാണ് മിഅ്റാജ്. ഇസ്രാഇ മിഅ്റാജ്. മക്കത്തെ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിലേക്ക്, സൗദി അറേബ്യയിലുള്ള മക്കത്തെ പള്ളിയിൽ നിന്ന് ഫലസ്തീനിന്റെ ഭാഗത്തുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഏകദേശം 400 ചില്ലാന കിലോമീറ്റർ ഉണ്ട്. ഒട്ടകപ്പുറത്ത് പോകുന്നെങ്കിൽ 1.5 മാസത്തെ ദൂരമുണ്ട്. അവിടെ കഥാ വാഹനപ്പുറത്ത് ബുറാക്കുന്ന വാഹനത്തിൽ കൊണ്ടുപോകുന്നു. ഇതെല്ലാം ഒരു മണിക്കൂർ, ഒരു നിമിഷത്തിന്റെ, ഒരു മണിക്കൂറിന്റെ ഉള്ളിലാണ്. അവിടുന്ന് സപ്തവാനങ്ങളും കടന്നിട്ട് 7 ആകാശവും കടന്നിട്ട് അള്ളാനെ കണ്ടിട്ട് 5 നേരം നിസ്കാരവുമായിട്ട് തിരിച്ചു. ഇതൊരു 3 മാസത്തെ ടൂർ ഒന്നും അല്ല, ഞെടിയിടയിൽ എല്ലാം ടപ് ടപ്. അതെങ്ങനെ ഉസ്താദ്? അതെങ്ങനെ? അതിൽ സംശയിച്ചോ മുഅ്മിനല്ല, അതിൽ സംശയിച്ചോ മുഅ്മിനല്ല. ചില ആൾക്കാർ പറയലുണ്ട് സംശയിക്കുന്നില്ല, പക്ഷെ അത് തടിയിൽ റിയൽ ആയിട്ട് പോയതൊന്നും അല്ല, അത് കിനാവ് കണ്ടിനെ. അരി ഈ നൂതനവാദികൾ, പുത്തൻവാദികൾ ഈ ഇടില്ലല്ലേ, നമ്മളെ നാട്ടിലില്ലല്ലേ, അല്ലാഹ് കാക്കട്ടെ, അല്ലാഹ് കാക്കട്ടെ. അവർക്ക് ഇതിനോടൊന്നും വലിയ, അത് മതത്തിന്റെ യുക്തിവാദികളാണ്. അവർ മതത്തിലുള്ള യുക്തിവാദികളാണ്. അവർ യുക്തിക്ക് യോജിച്ചെങ്കിൽ അവരെല്ലാം അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല. അവിടെ പിന്നെ അള്ളാഹ് പറഞ്ഞ, റസൂൽ പറഞ്ഞ കാര്യമൊന്നുമില്ല. അത് കിനാവ് കണ്ടിനാലോ, കിനാവ് കണ്ടെങ്കിൽ പിന്നെ അബൂജഹലെല്ലാം കൂട്ടി കൗച്ചാക്കേണ്ട ആവശ്യമുണ്ട്. കിനാവ് എത്ര ആൾ കാണുന്നിവിടെ? കിനാവ് കണ്ടിനല്ലേ അത്? അപ്പൊ ഓന്റെ ചോദ്യം അതെങ്ങനെ മീറ്റക്ക് പോന്നേന്ന്, അവിടെ അങ്ങനെ പാർക്കുന്നേന്ന്. ശരി തന്നെ, ശാസ്ത്രം പറയുന്നത് എന്തറിഞ്ഞാ, ഒരു 30-32 കിലോമീറ്റർ കഴിഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ശ്വാസം കിട്ടാല, ജീവശ്വാസം ഓക്സിജൻ കിട്ടാല, പെടപെടക്കും. 32 കിലോമീറ്റർ മീറ്റക്ക് പോയാൽ മതി, പിന്നെ കിട്ടാല. പിന്നെയും പോണെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ എടുത്തോണ്ടേ പോണം, പ്ലെയിനില് മറ്റേ ഈലെല്ലാം പോണം. അങ്ങനെ തിരിയണോ? ടൈമില്ലൂടെ, മണി 10 കഴിഞ്ഞ്, 10 സമയം. പിന്നെ ദുആ എല്ലാം ഒരു 11 മണി അല്ലേ? പറഞ്ഞ 11 നിർത്തല്ലേ? ഒരു 30-32 കിലോമീറ്റർ അപ്പുറം പോയ പിന്നെ ശ്വാസം കിട്ടാല, ഓക്സിജൻ കിട്ടാല. ഏതുപോലെ പെടപെടക്കും ഞങ്ങോ, ഏതുപോലെ വെള്ളത്തിന്റെ ഉള്ളിലുള്ള മീനിനെടുത്തിട്ട് പുറത്തേക്ക് ഇട്ടെങ്കിൽ അത് പെടക്കുന്ന കണ്ടിട്ടില്ലേ? കാരണം അതിന്റെ ജീവവായു, അതിന്റെ ഓക്സിജൻ വെള്ളത്തിന്റെ ഉള്ളിലാണ്, പുറത്തേക്ക് വന്നാൽ കിട്ടാല, പെടക്കുമത്, അത് ചാവും. അതുപോലെ തന്നെ ഞങ്ങളും ഒരു പരിധി വിട്ടിട്ടപ്പുറം പോയാ പിന്നെ ശ്വാസം കിട്ടാല, പിന്നെ ശ്വാസം കിട്ടാല, മരണപ്പെട്ടു പോകും. ഇത് പറഞ്ഞിട്ടായും പറയുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ റസൂലുള്ളാഹിന്റെ അപ്പുറം പോയി 7 ആകാശവും കിടന്ന് സ്വർഗം കണ്ട് എല്ലാം കണ്ടിട്ട് പിന്നെ ഇതങ്ങനെ ദിക്കിനാവന്നല്ലേ, അതിന്റെ അപ്പുറം പോയി നിങ്ങൾ റസൂല് മരിക്കണ്ടാഞ്ഞാ, ഓക്സിജൻ കിട്ടാലല്ലേ? സഹോദര, ഇത് അല്ലാഹ് വിളിപ്പിച്ചതാണ്, അല്ലാതെ തോണി കയറിയതല്ല, ഫ്ലൈറ്റ് കയറിയതല്ല. മാത്രമല്ല അല്ലാഹു തആലാക്ക് ഇതിനെല്ലാം അവൻ ഇഷ്ടമുള്ള കോലത്ത് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടതുപോലെ സെറ്റാക്കാനും കഴിയും. ആദം നബിനെ പഠിച്ചനയുടെ ഇടയാ, ആദം നബിനെ ആസ്പത്രിയിൽ ഉമ്മ പെറ്റതാ ഒക്കെ അല്ല. ആദം നബിനെ പെറ്റത് സ്വർഗ്ഗലോകത്തെ അർശിന്റെ കാൽച്ചുവട്ടില്, അവിടെ ഓക്സിജൻ അത് അല്ലാഹ് സെറ്റാക്കീന്.
ഇനി ആദം നബിക്ക് പോകുന്ന ഈസാ നബി മരിച്ചിട്ടാന്നല്ലേ എല്ലാരും ചൊല്ലാന്നല്ലേ? ഞങ്ങളെ ഈമാനല്ലേ? യേശു ക്രിസ്തു മരിച്ചിട്ട, യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റിട്ടില്ല, കുരിശിലേറ്റിട്ടില്ല. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. തീർച്ചയായിട്ടും ഈസാ നബിനെ കൊന്നിട്ടില്ല, ഈസാ നബിനെ കുരിശിലേറ്റിട്ടില്ല, ഈസാ നബിനെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരും ചൊന്ന ഈസാ നബിനെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഏടല്ല ഈസാ നബി കാക്ക? ഈസാ നബി ആകാശത്തിന്റെ മീറ്റ ഒക്കെ. അപ്പൊ ഓക്സിജൻ റസൂലുള്ളാഹി തങ്ങളെ തടിയിൽ തന്നെ മിറാജിന് പോയെങ്കിൽ നമുക്ക് ഓന് ഓക്സിജന്റെ പേടി. ഈസാ നബി പണ്ടേ മീറ്റുണ്ട്, അപ്പൊ ഓന് ഓക്സിജന്റെ പേടിയില്ല. അതല്ല സെറ്റാക്കിനി നാട്, അതല്ല വേണ്ട പോലെ സെറ്റാക്കിനാക്കുമല്ലോ. അത് മഹാന്മാരല്ലേ, അതിന് നീ എന്തിനു ബേജാറാണോ? അത് കിനാവല്ല, തടിയോടെ ഉടലോടെ പോയതാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലാ. ഞാനിത് പറഞ്ഞതിനറിഞ്ഞാ, ഞാൻ ഇത് പറഞ്ഞ് ഓക്സിജനും ഹൈഡ്രോജനും നൈട്രോജനും ചെല്ലാനല്ല, മാഷിത്ത ബീവിന്റെ കഥ പറയാ. നിങ്ങ മറന്നല്ലേ? നിങ്ങ മറന്നു, എനക്ക് മറന്നിട്ടില്ല. ബീവി മാഷിത്ത മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മറ്റു മലായികത്തീങ്ങളുടെയും അകമ്പടിയോടുകൂടി ഉറാഖ് എന്ന വാഹനപ്പുറത്ത് കയറിയിട്ട് അങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോ വല്ലാത്ത ഒരു മണമടിക്കുന്നു. മദീനയുടെ ഭാഗത്ത്, ആ ഭാഗത്ത് വല്ലാത്തൊരു മണം, എന്തോ ഒരു മണം, ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു മണം. അതങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോ മുസ്തഫായ റസൂലുള്ളാഹിയോട് ജിബ്രീൽ ചോദിച്ചു, നബിയേ ഈ അടിക്കുന്ന മണം ഏതെന്നറിയോ നബിയേ? ഇതെന്ത് മണമെന്നറിയോ നബിയേ? ഇല്ലല്ലോ ജിബ്രീലേ, എന്തോ ഒരു മണം, മനസ്സിനാഹ്ലാദം നൽകുന്ന മണോ, ഇന്നോളം ആസ്വദിച്ചിട്ടില്ലാത്ത മണോ. ആ നിലക്കുള്ളൊരു മണമടിക്കുന്നത് കണ്ടപ്പോ, ഒരു സുഗന്ധം അങ്ങനെ അടിച്ചു വീശുന്നത് കണ്ടപ്പോ മുസ്തഫായ നബിയോട് ജിബ്രീൽ കേട്ട ഈ മണ ഏതെന്നറിയോ? ഇല്ല നബി, ഇല്ല ജിബ്രീല്. അപ്പോഴാണ് ജിബ്രീൽ നബിയോട് പറഞ്ഞു കൊടുക്കുന്നത്, പൊന്നാര നബിയേ ആ അടിച്ചു വീശുന്ന മണമേതറിയോ? അത് മാസിത്ത ഉമ്മാന്റെ ഖബറിൽ നിന്നിട്ടാണ്. മാസിത്ത ഉമ്മാന്റെ ഖബറിടെ മാസിത്ത ബീവി, മാഷിത്ത ബീവി ആരറിയുമോ? ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരിയാണ്. ഫിർഔനിന്റെ മക്കളെ തലവാരുകയും കുളിപ്പിക്കുകയും ചെയ്തിരുന്നയാള്. മാഷിത്തയും ചെല്ലങ്ങനെ തല ചീർപ്പ് നടത്തും. കിടാക്കളെല്ലാം അപ്പുറം ജോറാക്കണ്ട, ചെറുതല്ലേ, നിങ്ങക്ക് കേൾക്കുന്നല്ലേ, നിങ്ങക്ക് കേൾക്കുന്നല്ലേ? മാഷിത്ത് ചെല്ലെങ്കില് തലവാരുന്ന ചീർപ്പ് നടത്തും. മിഷ്ത് മിഷ്ത് മാഷി. അത് ഈ ഉമ്മാക്ക് ആ പേര് വന്നെന്തറിഞ്ഞ, ഫിർഔന്റെ മക്കളെ തലവാരുന്നതും മുടി ചീകുന്നതും കുളിപ്പിക്കുന്നതും പൗഡർ ഇടുന്നതും കാജൽ സുർമ ഇതെല്ലാം ഇട്ടിട്ട് വൃത്തിയാക്കി കൊടുക്കുന്ന ഈ ഉമ്മ. ഹരി 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 മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹ. നാളെ ഈ വയലിൽ നിങ്ങൾ ഔത്തുവരി ചെല്ലു കൊടുക്കണം. വേറെ ആൾക്ക് ഇൽമും ചെല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചെല്ലു കൊടുക്കേണ്ട സംഗതി. പാട്ടാനും കേട്ടിട്ട് പോയിറായി ഇൽമാകുമ്പോ വേറെ ആൾക്ക് ചെല്ലു കൊടുക്കണം. അപ്പൊ ഇത് മറക്കാൻ കഴിയ. ആ മാഷിത്ത ഉമർ റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിൽ ഇങ്ങനെ, പിന്നെ അന്ന് മൂസാ നബി ആണല്ലോ തൗഹീദിന്റെ ആളുമായി വന്ന നബി. ആ മൂസാ നബി ജനങ്ങളെ തൗഹീദിലേക്ക് വിളിക്കുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വിളിക്കുമ്പോ അന്ന് പലരും സ്വീകരിച്ചു. ഫിർഔൻ അടക്കമുള്ളവരെല്ലാം എതിർത്തു. ഫിർഔൻ എതിർത്തെന്ന് മാത്രമല്ല, മൂസാ നബിന്റെ വഴി പിന്തുടർന്നതിന്റെ പേരിൽ തന്റെ ഭാര്യ ആസിയാനെ പോലും കൊന്നുകളഞ്ഞു. ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന ആളായിരുന്നു, വേലക്കാരിയായിരുന്നു മാഷിത്ത. മാഷിത്ത ഒരു ദിവസം കിടാവിന് ഇങ്ങനെ തലവാരിക്കൊണ്ടിരിക്കുമ്പോ കിടാവിന്റെ തല ഇങ്ങനെ വാരുന്നതിന്റെ ഇടയില് ചീർപ്പ് താഴെ വീണു. താഴെ വീണ ചീർപ്പെടുക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറഞ്ഞു. അപ്പൊ കിടാവ് കേട്ട്, അല്ലാ അബി, അല്ല എന്റെ ബാപ്പല്ലേ, വേറെ അല്ല ആരി, നിങ്ങൾ അള്ളാന്റെ പേര് കൊണ്ട് നിങ്ങൾ ചീർപ്പെടുത്തല്ല, താഴ്ന്ന് പറക്കിയല്ല, വേറെ അല്ല ഉണ്ട്, എന്റെ ബാപ്പല്ല അല്ല, എന്റെ ബാപ്പല്ല റബ്ബ്. അങ്ങനല്ലേ ട്രെയിനിങ് കൊടുത്തില്ല.
അല്ലേ? അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, ഞാനാണ് ആരാധിക്കപ്പെടേണ്ടവന്, ഞാനാണ് ഏറ്റവും വലിയ ഭഗവാന്, എന്നെക്കാലം അപ്പുറം ഒരു രക്ഷിതാവ് വേറെയില്ല എന്നായിരുന്നു എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചത്, എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്തത്, എല്ലാവരെയും പറഞ്ഞിട്ട് വരുതിയിലാക്കിയത്. മക്കളും അങ്ങനെ വിശ്വസിച്ചോ? ഈ ഉമ്മത താഴെ വീണ ചീർപ്പങ്ങ് വിസ്മ കൂട്ടിയിട്ട് പറക്കുന്ന നേരത്ത് മക്കള് കേട്ട്, നിങ്ങൾ അള്ളാന്റെ പേര് ചൊല്ലിയല്ലേ, അല്ല വേറണ്ട, ഞങ്ങളെ ബാപ്പല്ല ബാപ്പാന്റെ പേരല്ല ചെല്ലണ്ടിയേ. അപ്പോഴാണ് ഈ ഉമ്മാനെ ഫിരൗനെ വിളിപ്പിക്കുന്ന, നിനക്കല്ല വേറെയുണ്ടോ? മാസിത്ത പറഞ്ഞു, അതേ അല്ലാഹു റബ്ബി വ മൂസാ നബി, അല്ലാഹു ആണ് എന്റെ റബ്ബ്, എന്റെ മാത്രമല്ല നിങ്ങളുടെയും ഇക്കാണും നണ്ടകട മൊത്തവും മടക്കി വാടുന്ന ജഗന്നാഥനായ ജഗദീശ്വരനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു ആമന്തു ബില്ലാഹ്, അവനെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മാഷിത്ത ഉമ്മാനവൻ കൊന്നുകളഞ്ഞു. ആ മാഷിത്ത ബീവിയെ അടക്കപ്പെട്ട സ്ഥലമാണ് ഈ കബറ്. ആ കബറിൽ നിന്നിട്ടാണ് നബിയെ ഈ മണമടിക്കുന്നത്. നബിയെ ഖാല റസൂലുള്ളാഹ്, അവരുടെ ഈമാന്റെ ഒരു പവർ കണ്ടു. ഞങ്ങളെ മയ്യത്തോണ്ടിരുന്ന ആളെ മൂടി എന്തടിക്കോടുന്നു. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. പരിശുദ്ധമായ റജബാണിത്, നല്ല മാസമാണിത്, അള്ളാന്റെ മാസമാണിത്, ബർക്കത്തിന്റെ മാസമാണിത്, റഹ്മത്തിന്റെ മാസമാണിത്, ദുആ ഇജാബത്തിന്റെ മാസമാണിത്, അല്ലേ? അള്ളാന്റെ മാസം. ഈ മാസത്തിൽ ഞാനും നിങ്ങളും വിത്തിടണം ഇൻഷാ അല്ലാഹ്. റമളാൻ മാസത്തിൽ വെള്ളവും വളവും ചേർക്കണം. ശഅബാ മാസത്തില് റമളാൻ മാസത്തില് ആബിത്തിന്റെ ഫലം കൊയ്യണോ. അതിനാണ് റജബ്. പറഞ്ഞ ഞാൻ നാളെ പോയിട്ട് കടല വിത്തിടോ, ചക്കക്കുരു വിത്തിടോ. ചക്കക്കുരുവും മാങ്ങന്റെ അണ്ടിയും പിന്നെ ഇത് വിത്തെടുത്ത വിഷയമല്ല പറഞ്ഞേ. ഒരുങ്ങണോ ഇബാദത്തിന്, ഒരുങ്ങണോ. റജബുൻ ശഹറുല്ലാഹ് വ ശഅബാനു ശഹരി വ റമളാനു ശഹറു ഉമ്മത്തി ഖാല റസൂലുള്ളാഹ്. റജബന്റെ മാസമാ. ഒരുങ്ങണം നിങ്ങ, ചേഞ്ച് ആവണം നിങ്ങ, മാറി ചിന്തിക്കണം നിങ്ങ, നന്നാവണം നിങ്ങ. അടച്ചു വെച്ച മുസാഫല്ലൊന്ന് തുറക്കാൻ നോക്കണോ, മൂടി വെച്ച മുസല്ലയെല്ലാം ഒന്ന് കൊട്ടി തുറക്കണോ. ഒന്ന് നന്നാവണേ, ഒരുങ്ങണേ. അതിനുള്ള മാസമാണ് പരിശുദ്ധമായ റജബ്. ഈ റജബ് ഇത് ഏറ്റവും നല്ല ബർക്കത്തിന്റെ മാസം. മഹാന്മാരൊക്കെ ആദരിച്ചു. ഇൻഷാ അല്ലാഹ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ അടുത്തു വരുന്ന ഈ വ്യാഴാഴ്ചന്റെ നല്ലൊരു നോമ്പുണ്ട്, മറക്കണ്ട. നീ വലിയ പാറ പൊറുക്കണ്ട, ഒരു നോമ്പ് മാത്രം, വേറെന്തും ആക്കാനില്ല. ഇപ്പൊ പിന്നെ നോമ്പ് നോക്കാൻ വലിയ പണിയും പച്ചോളം ആർക്കും ഇല്ല. കാരണം എന്താ, അല്ലെങ്കിൽ ഓൾറെഡി മനുഷ്യന്മാർ പട്ടിണിയാണ്. ഇപ്പൊ എങ്ങനെ പട്ടിണി? തിന്നോനില്ലാഞ്ഞിട്ടല്ല, തിന്നോനില്ലാഞ്ഞിട്ടല്ല. ഇപ്പൊ അങ്ങനെ തിന്നോ നടക്കട്ടെ. സഭയ്ക്ക് പോയെങ്കിൽ സോബിന് മരുന്ന് മോന്തിക്ക് അപ്പൊ അവൻ തിന്നോ. പണ്ടത്തെ പോലത്തെ വിശപ്പും പശിപ്പും തിപ്പില്ല. അവര് നോമ്പ് നോക്കാൻ വലിയൊരു പർവ്വതം ചുമക്കണ്ട. റജബ് 27 സുന്നത്താക്കപ്പെട്ട മിയറാജിന്റെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വിടുവാൻ ഞാൻ കരുതി. വെയ്ക്കണോ സുന്നത്ത്, വെയ്ക്കണോ സുന്നത്ത്, വെയ്ക്കണോ തന്നെ സുന്നത്ത്. ഇനി വെയിച്ചിട്ടില്ല സ്വബേക്ക് അപ്പം നിന്നാ നിൽക്കണ്ട. വെയിച്ചിട്ടില്ലൊന്നും സാരമില്ല, നോമ്പിനെന്ത് പ്രശ്നമില്ല. ആ കൂലി കുറയോ. ഒരു സുന്നത്ത് പോയില്ലേ, ഒരു സുന്നത്ത് പോയിട്ടാകുമ്പോ കൂലി കുറയും. പക്ഷെ ചെയ്യണമായിരുന്നു, വെയ്ക്കണമായിരുന്നു. അവിടെ സാരമില്ല, ഇനി വെയിച്ചിട്ടില്ല, ഷർത്തായിട്ടില്ല, അല്ലെങ്കിൽ വിളിച്ചില്ല, എപ്പോഴത്തെ പോലെ 6:10 എണിച്ചേ എന്നാ സാരില്ല, കണ്ടീനാക്ക്, നോമ്പ് കണ്ടീനാക്ക്, പോട്ട് കണ്ടീനാക്ക്. ആ ഒരു നോമ്പിന് 60 മാസത്തെ നോമ്പിന്റെ കൂലിയുണ്ട്. ആര് വന്നിട്ടത് ബിദഅത്തും പറഞ്ഞാലും, ആര് വന്നിട്ടത് ഇസ്ലാമില്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ കേൾക്കണ്ട. മഹാന്മാരായ മഹാന്മാരെല്ലാം കിതാബിൽ പറഞ്ഞു, യുസ്തഹബ്ബു സൗമു യൗമി മിഅറാജ്.
മിറാജ്. ചില ആൾക്കാർ പറയലുണ്ട് ഖീല വമിനൽ ബിദഈ സൗമു റജബിൻ. ചില ആൾക്കാർ പറയലുണ്ട് അത് ബിദഅത്താണ്, അത് തെറ്റാണ്, അങ്ങനത്തെ നോമ്പില്ലാന്ന്. അത് ശരിയല്ല, അത് ശരിയല്ല. വലൈസ കദാലിക്, അത് ശരിയല്ല. ആ പറഞ്ഞവരോട് പോയി പണി നോക്കാൻ പറ. കാരണം എന്തറിയോ, ബൽ ഹുവ സുന്നത്തുൻ ഫാളില. അത് വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട സുന്നത്തായ നോമ്പാണ്. അത് വളരെ കൂലിയുള്ള നോമ്പാണ്. മഹാനായ ഇമാം ഇബ്നു ജറൽ ഹൈതമി തങ്ങള് അവിടുന്ന് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഫത്തുൽ മുബീൻ ബിശറഹിൽ 266 പേജ്. വയുസന്നു ഐലൻ സൗമു യൗമി മിറാജ്. മിറാജിന്റെ നോമ്പ് നോക്കണോന്ന് എല്ലാ കിതാബിലും, എല്ലാ കിതാബിലും. ആശയത്തുൽ ബർമാവിയിലുണ്ട്, യാനത്തിലുണ്ട്, ബാജൂരിയിലുണ്ട്, ജമലിലുണ്ട്, ഫത്തുൽ അല്ലാമിലുണ്ട്, എല്ലാ കിതാബിലും. ഈ മഹാന്മാർക്കൊന്ന് തിരിഞ്ഞിട്ട് അങ്ങനത്തെ നോമ്പില്ലായെങ്കിൽ ഈ മഹാന്മാർ പറയുന്ന കിതാബിൽ നോക്കണോന്ന് സുന്നത്തുണ്ട്. ഇത് ഈ മഹാന്മാരെക്കാളും വലിയവരായ ഇവർ 4 പുസ്തകം വായിച്ചിട്ട് ദീന് പറഞ്ഞവരാ ഇമാമിങ്ങൾ ഒക്കെ. പാവൊന്നും മുഖവലി കിടക്കാന്ന് കണ്ട കല്ല് വല്ല് ഓന് നോക്കാനുള്ള ഹല്ലില്ലെങ്കിൽ അത്ര പോയി. അല്ലാഹു തആല ഞങ്ങൾക്ക് അതിന് നോറ്റുവിടാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് നോറ്റുവിടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇത് സദഖാന്റെ മാസമാണ്. ഈ മാസത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, തൗസിയത്തു അലൽ ലിയാൽ. ധാരാളം ഭക്ഷണം കൊടുക്കണോ, കുടുംബത്തിന് വിശാലത ചെയ്യണോ, ദാനധർമ്മം കൊടുക്കണോ, വെറൈറ്റി ഫുഡ് ഉണ്ടാക്കണം. ചക്കര ചോറ് അത് ഇതെല്ലാം ആക്കി കൊടുക്കുന്ന അല്ലേ 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 പണ്ടുണ്ടായിരുന്നു. മൂളിയങ്ങ് മോശമില്ല, മൂളിയിലങ്ങ് മോശമില്ല. പണ്ടുണ്ടായി, ഇതെല്ലാം ഉണ്ടായി. ഇപ്പൊ അതൊന്നും ഇല്ല, ഇപ്പൊ അതെല്ലാം പോയി. ഏതുവാട്ടെ ഈ മാസത്തില് കുടുംബക്കാർക്കെല്ലാം ഭക്ഷണം കൊടുക്കണോ, സദക്കെല്ലാം വർദ്ധിപ്പിക്കണോ, ദാനധർമ്മം വർദ്ധിപ്പിക്കണോ, സൽക്കർമ്മങ്ങൾ ചെയ്യണോ, ഒരു ചേഞ്ചസ് ചിന്തിക്കണം, ഒരു മാറ്റം ചിന്തിക്കണം. ഇനി കുറെ കാലത്ത് ആയുസൊന്നും ഇല്ല. പണ്ടത്തെ പോലെ മരിക്കാൻ കുറെ കാലത്ത് രോഗമൊന്നും പറഞ്ഞൊന്നുമില്ല. പെട്ടെന്ന് ടപ് ടപ് ടപ്. അല്ലാഹു കാകട്ടെ, അല്ലാഹു കാകട്ടെ, അല്ലാഹു കാകട്ടെ. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലം, പെട്ടെന്നുള്ള മരണം കൂടി വരുന്ന കാലം, സമാധാന അന്തരീക്ഷം ഇല്ലാണ്ടായി പോയ കാലം, ഇത് ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, സമയം ഏകദേശം 10:30 ഏതായാലും 10 മുക്കാലാകുമ്പോ 11 മണിയാകുമ്പോൾ എന്തായാലും അവസാനിപ്പിക്കണം. അല്ലേ അല്ലേ ഷേഖ് അലി സാഹിബ്? ഇന്നലെ എത്ര മണിക്ക് നിർത്തിനെ? തുടങ്ങുമ്പോ ലേറ്റായതുകൊണ്ട് നിർത്തുമ്പോ ലേറ്റായി, തുടങ്ങുമ്പോ ബേ ആയതുകൊണ്ട് നിർത്തുമ്പോ ബേ ആണോ? തുടങ്ങുമ്പോ മാത്രം കൃത്യത പാലിച്ചാൽ മതിയാവില്ല, നിർത്തുമ്പോ. നാളെ പരിപാടിയില്ലേ? നാളെ ഉണ്ട്, മറ്റൊന്നുണ്ട്, എല്ലാം ഉണ്ട് ഇൻഷാ അല്ലാഹ്. നാളെ പ്രഗൽഭ പണ്ഡിതനും എല്ലാമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ബാസ് ഫൈസി പുത്തിക, നമ്മളെ നാട്ടുകാരനാണ്, പ്രഗൽഭ പണ്ഡിതനാണ്. മാലിക് ദിനാർ പള്ളിയിൽ ഒരുപാട് കാലം ദർസും ഖത്തീബ് നടത്തിയ മുദരിസാണ്. ഇൻഷാ അല്ലാഹ് നാളെ, മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ മഹല്ലത്തിന്റെ ആദരണീയരായ മുദരിസ് അല്ലെ, അങ്കടി മുഗർ മുദരിസ് അല്ലേ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ് കാട്ടിപ്പാറ അല്ലേ, അവിടെ ഞാൻ പോയിനാ പള്ളി. പ്രഗൽഭ പണ്ഡിതനാണ്, അനുഗ്രഹീത പ്രഭാഷകനാണ്. അവരൊക്കെ വരുമ്പോ നിങ്ങളൊക്കെ നേരത്തെ വന്നിട്ട് സഹകരിക്കാം. വേഗം തുടങ്ങിയിട്ട് വേഗം തീർക്കണം. കുട്ടികൾക്ക് ഈ എക്സാം പരീക്ഷ എല്ലാം വരുന്ന സമയം, സ്കൂളിൻ്റെതും മദ്രസൻ്റെതും 10:45 12 മണിയെല്ലാം ആക്കിയിട്ട് തുടങ്ങാൻ കഴിയും. ആൾക്കാർ വരുന്നല്ലോ ഉസ്താദ്, വന്നോർ മതി, 4 ആള് വന്നോരെ കൊണ്ട് തുടങ്ങണോ, തീർക്കണോ? ആൾക്കാർ വരാല, ഞമ്മ തുടങ്ങാതെ ആൾക്കാർ വരാല. എല്ലായിടത്തും അങ്ങനെ ഞമ്മ തുടങ്ങാൻ ഓൻ കാക്കുന്ന ഗേറ്റിന്റെ തുടങ്ങട്ടെ, തുടങ്ങിയ പിന്നെ തുടങ്ങട്ടെ, ഓർ തുടങ്ങട്ടെ, അൽഫാത്തിയ വിളിക്കട്ടെ, ഞമ്മക്കാക്കുന്ന ഓർ വരട്ടെ. വേഗം തുടങ്ങണം, വേഗം തീർക്കണം. അല്ലാണ്ട് പണ്ടത്തെ പോലൊന്നും അല്ല. എല്ലാവരും രോഗികളും ക്ഷീണമുള്ളവരാണ്, തിരക്കിട്ട് ജോലിയുള്ളവരുണ്ട്, എല്ലാം ഉണ്ട്. അല്ലാഹു തആല ഞങ്ങളുടെ പരിപാടി എല്ലാം എളുപ്പത്തിലും ഭംഗിയിലുമാക്കി തരട്ടെ. ദേടിച്ചതിനേക്കാളേറെ ഗുണത്തിലും വിജയത്തിലുമാക്കി തരട്ടെ. സഹകരിച്ച ഒരുപാട് പേരുണ്ട്. അല്ലാഹു തആല അവരെ 2 ലോകത്തും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പല്ല കുറച്ച് കഴിഞ്ഞിട്ട് ബക്കറ്റ് വരും. പോയിട്ടില്ലല്ലേ? പോയിനാ കേട്ടെങ്കിൽ ഇല്ലേ, പോയിനാ 2 ജലങ്ങയില്ലേ? പോയിനെങ്കിൽ പിന്നെ അതിനെ മുണ്ടണ്ട, ഉറങ്ങി അടിച്ചിട്ട് കൂർക്കം വലിക്കണമെന്നില്ല. അത് ഇപ്പല്ല പോണ്ടേ, ചെല്ലിയ പിന്നെ തന്നെ പോണം. അങ്ങനെ സഡനിലൊന്നും പോവാൻ കഴിയാ. ഈ കടലാസലം തരുന്നതിന് പിന്നെ എനക്കറിയാനാ പോന്നാ വേണ്ടേ?
ചെല്ലാനല്ലേ, ഇനി ചെല്ലും പോലെ ചെല്ലണ്ടേ? കാരണം എന്തേ, ഏതൊരു നന്മകളും അതിന്റെ ഫലമറിഞ്ഞിട്ട് ഗുണമറിഞ്ഞിട്ടേ ചെയ്യണം. മാത്രമല്ല അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അതിനൊരു ഗുണം ഏറെ. അമ്മായിന്റെ പിറക്കെ മംഗലം വിളിക്കാനേ സഡനില് പോയിട്ട് കയറെങ്കിൽ എന്തും കിട്ടല, വണങ്ങിയ ലിംബന്റെ ജ്യൂസ് ഉണ്ടാവും. നീ വരുന്നത് അറിയാലല്ലേ, ഉള്ളനെ ഒപ്പിച്ചിട്ട് നായും മംഗലത്തിന് പേരാ ഇന്ന കുടിച്ചോ പോ. അതേ സമയത്ത് ഒരു മെസ്സേജ് കേട്ട് സീത്ത കൊള്ളുന്നത്, അമ്മ ഇളം വേടുണ്ട്, ഞാൻ വരലുണ്ട് നോക്ക, ഞാൻ വന്നോണ്ടുണ്ട്, എത്താനായി പാലത്തിനടക്ക് എന്തില്ല മംഗലത്തിന് വിളിക്കാന് ആയി മോ ആയിഷ ആ ചെല്ലിട്ട് പോയിന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉള്ളി മുറിക്കും, 4 വായക്കെല്ലാം മുറിച്ചിട്ട് പായം പൊരിയാലാക്കി എന്തേ മുന്നേ ഒരു മെസ്സേജ് പോയിനോട്. ഏത് പാട്ട് അല്ലാഹു തആല കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ആയുസ്സ് നീട്ടിക്കിട്ടാനും ദീർഘമായ ആരോഗ്യം ലഭിക്കാനും നാളെ ഖബർ വിശാലമാവാനും ദുആക്ക് ഇജാബത്ത് നൽകപ്പെടാനും അല്ലാഹുവിന്റെ കോപം തടയപ്പെടാനും ഏറ്റവും നല്ല എളുപ്പവഴി സദഖയാണെന്ന് മുസ്തഫ റസൂലുള്ളാഹ്. ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാന്റെ വീട്ടിൽ പട്ടിണിയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവിന്റെ അടുക്കലേക്ക് ഒരു സാധുവായ മനുഷ്യന് വന്നിട്ട് ചോദിക്കുന്നു, യാ അഹ്ല ബൈത്ത് റസൂലില്ലാഹ്, ഞങ്ങൾ വിശപ്പിലാണ്, ബേജാറിലാണ്, എന്തെങ്കിലും തരുമോ? യാചകനായ ഭിക്ഷുകനായ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചപ്പോ ആ വീട്ടിലുണ്ടായിരുന്ന ഉള്ളതെടുത്തിട്ട് അങ്ങ് കൊടുത്തു. അതൊരു ആപ്പിളായിരുന്നു എന്ന്, അതല്ലൊരു റൊട്ടിയായിരുന്നു എന്ന് പല ചരിത്രങ്ങളുമുണ്ട്. ഏതുവാകട്ടെ, ഉള്ളതങ്ങ് എടുത്തു കൊടുത്തു. സന്തോഷത്തോടെ ആ മനുഷ്യന് തിരിച്ചുപോയി. അയാളെ പള്ള നിറഞ്ഞു. പക്ഷേ ഫാത്തിമ ബീവിന്റെ വീട് പട്ടിണിയിലായി. അവർക്ക് വേറൊന്നുമില്ല. നമ്മളെപ്പോലെ 5-6 കിലോ റേഷന്റെ അരി കിട്ടുന്നില്ല, 4-5 പാക്കറ്റ് ഗോതമ്പിന്റെ പൊടിയില്ല, ഒന്നുമില്ല. പഴയ കാലമാ, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ ജീവിച്ച കാലമാ, വളരെ പ്രയാസം നിറഞ്ഞ കാലമാ. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവനെ പറഞ്ഞേക്കുന്നു, കൊടുത്തുവിടുന്നു. അവർ പോകുന്നു. വീടങ്ങ് പട്ടിണിയായി. അന്ന് വൈകുന്നേരമാകുമ്പോ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാളതാ കുറച്ച് ആപ്പിളോ അതല്ലെങ്കിൽ കുറച്ച് റുമ്മാനോ ഒരാള് ഹദിയ കൊടുക്കുന്നു. ഒരു 10 എണ്ണമുണ്ട് അതില്, നല്ല മധുരമുള്ളത്. അതിൽ നല്ല മധുരമുള്ളൊരു 10 എണ്ണമുണ്ട്. ഹബീബായ നബി തങ്ങൾക്ക് ആരോ കൊണ്ടുവന്നിട്ട് ഹദിയ കൊടുത്തയാണ്, സുതക്ക കൊടുത്തയാണ്. മുസ്തഫായ റസൂലുള്ളാഹി എന്ത് ചെയ്തറിയോ? അതിന് നേരെ ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഇത് കൊണ്ടുപോയിട്ട് ഫാത്തിമാക്ക് കൊടു. അവിടെ ഹസൻ ഹുസൈനുണ്ട്, മോള് ഫാത്തിമയുണ്ട്. മറ്റുള്ളവർക്ക് മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ വേറെ പലതും കൊടുത്തിട്ടുണ്ട്. ആ 10 എണ്ണത്തിന്റെ ആ പാക്കറ്റ് അങ്ങ് അതേപോലെ കൊടുത്തയച്ചു. കൊടുത്തയക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടുപോയ സഹാബി എന്താക്കി അറിയാം? കൊണ്ടുപോയ സഹാബി എന്താക്കി അറിഞ്ഞ, അതിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തിട്ട് നല്ല ഗീസലിട്ടു. ഒന്നാമത് അയാൾക്ക് പയിച്ചിട്ടുണ്ടാവും. രണ്ടാമത് ഒരു ആപ്പിൾ എടുത്തും ചൊല്ലിട്ട് ഞങ്ങളെ പോലെ യുദ്ധാക്കുന്ന ആളെന്തോ അല്ല ഫാത്തിമ. എടുക്കുന്ന മുന്നെ എല്ലാം എടുത്ത് പൊരുത്തപ്പെടുന്ന ആള്. ഞമ്മ എന്ത് പൊരുത്തപ്പെട്ടു, ഞാൻ പൊരുത്തപ്പെടല. നിന്റെ ഒടുക്കത്തെ പൊരുത്തം, നിന്റെ ആപ്പിള് ചീഞ്ഞിട്ട് പോവാന് അല്ല പൊരുത്തപ്പെട്ടെങ്ങോ മോൻ പൊരുത്തപ്പെടുന്നില്ലല്ലോ. നിന്റെ പൊരുത്തം ആർക്ക് വേണോ? ആ വാക്ക് പറയാൻ പാടുണ്ടാ? നീ ആരും അള്ളാനെക്കാളും വലുതാ? ചില മനുഷ്യന്മാരില്ല, അയാൾ ഉംറക്ക് പോകുന്നല്ലോ. ഞാൻ എല്ലാരും വിളിച്ചിട്ട് മൗലിദും കോയിന്റെ ചണ്ണയും ഓഹോ എല്ലാരും ആ പള്ളിന്റെ ഉസ്താദ് ഈ പള്ളിന്റെ ഉസ്താദുമാരെ വിളിക്കുന്നില്ല. അയാൾ പാർട്ടിയാ നോക്കിയിട്ടില്ല, എന്റെ ഉംറക്ക് പോകുന്നല്ലേ? നല്ലത് തന്നെ, അങ്ങനെ വേണ്ടിയോ? നല്ല കാര്യം തന്നെ. എല്ലാരും വിളിച്ചു. ആ വിളിച്ച കൂട്ടത്തിലെ പാലത്തിന്റെ അടിയിൽ ഒരു പരമുണ്ട്, അവിടെ കൂടെ വരയില്ലല്ലേ. ഉദാഹരണം ചെയ്യില്ല, ഇങ്ങനെ നാളെ കേട്ടിട്ടുണ്ടായി, നാളെ കേട്ടിട്ടുണ്ടാ നേരിട്ട് പരമുണ്ടാ, നമ്മൾ ചേഞ്ചാക്കാം. അയാളെ വിളിച്ചിട്ടില്ല. എന്തേ അയാളും ഇയാളായിട്ട് മുണ്ടൊന്നില്ല. ഉംറക്ക് വന്ന മനുഷ്യൻ എല്ലാരും വിളിച്ചു. തങ്ങന്മാരും ഉസ്താദുമാരാകാം, ആ നാട് പറലാട് അങ്കടി മുകുറ് കുത്തിക എല്ലാം വിളിച്ചു. അയാൾ വിളിച്ചു. അങ്ങനെ പോവാം. ആരോ നല്ലൊരു മനുഷ്യൻ, ഒരു ബാസ്ഥാൻ എന്ത് ഉസ്താദ് ചെല്ലി അവനെ കണ്ടിട്ടില്ല. അവനെ വിളിച്ചു. ഞാൻ ആരില്ല. അല്ല, ഈ ടൈമിൽ അങ്ങനെ ചിലങ്ങാവല്ല, ഉംറക്ക് പോകുന്നല്ലേ, എല്ലാം മറന്നിട്ട് പൊരുത്തപ്പെട്ടു. അല്ല പൊരുത്തപ്പെട്ടു, ഞാൻ പൊറുക്കാൻ. നീ ഉംറക്ക് പോണ്ട, നീ ബേക്കളം ബീച്ച് കണ്ടിട്ട് വാ പോ. നീ ഉംറക്ക് അതിന് പോകുന്നതിനാ? നിന്റെ ഉംറ കിട്ടിയിട്ടാണ് ഇപ്പൊ അള്ളാഹ്.
നീ ബേക്കളം ബീച്ച് ചുറ്റി പോ, വരുമ്പോ 4 പുക്ക എടുത്തോണ്ട് ബാക്കി ഇടാക്ക. ഉംറക്ക് പോന്നാലോ ഞാൻ അള്ള പൊരുത്തപ്പെട്ടോ, ഞാൻ പൊരുത്തപ്പെടല്ല. ഏത് പാട്ട് നമ്മൾ വിഷയം അതല്ല. നമ്മൾ വിഷയം ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് കൊടുത്തയച്ച ആപ്പിളിന്റെ പൊതിയിൽ നിന്ന് ഒന്നെടുത്തിട്ട് കീശിൽ ബാക്കി അങ്ങനെ 9 സുർട്ടിയിട്ട് സ്റ്റിക്കർ പറ്റിച്ചിട്ട് മെല്ലെ ടേപ്പ് അടിച്ചിട്ട് അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ മിന്നൈന റസൂലുള്ള കൊടുത്തയച്ചാണ് ബൂക്കി നിങ്ങളെ വാപ്പ എനിക്കുള്ളതാണോ ആണ് എന്ന് പറഞ്ഞപ്പോ മഹദി അതിന്റെ മൂടൊന്ന് തുറന്നു നോക്കി, അതിന്റെ മുഖമൊന്ന് തുറന്നു നോക്കിയിട്ട് എണ്ണുമ്പോ 9 ഫാത്തിമ പറഞ്ഞു ഇത് എനിക്കുള്ളതല്ല, നിങ്ങൾക്ക് അഡ്രസ് മാറിയതാണ്, നിങ്ങൾക്ക് അഡ്രസ് മാറിന് പരമാറിന് ഹൗസ് നമ്പർ മാറിന്, ഇത് എനക്കുള്ളതല്ല. എന്തറിയുമോ, എനിക്കുള്ളതാണെങ്കിൽ അതിൽ 10 വേണോ, കെട്ടില് 10 വേണോ. കാരണം അല്ല പറഞ്ഞിന് 1 കൊടുത്താ 10, മുത്തുനബി തങ്ങളും പറഞ്ഞിന് 1 കൊടുത്താ 10 തിരിച്ചു തരൂന്ന്. നേരത്തെ വന്ന യാചകനായ മനുഷ്യന് കൽബ് നിറഞ്ഞിട്ട് അല്ലാഹ്ക്ക് വേണ്ടി 1 കൊടുത്തവളാ ഞാന്, തിരിച്ചെനിക്ക് എന്റെ റബ്ബ് തരേണ്ടത് 10 ആയിരുന്നു. ഇതിലുള്ളത് 9, ഇത് എനിക്കുള്ളതല്ല, വേറെടുത്തേക്കുള്ളത് കൊണ്ടുപോ. അപ്പോഴാണ് കൊണ്ടുവന്ന മനുഷ്യൻ കീശ എടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതില് 10 ഉണ്ട്, 1 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഫാത്തിമ പറഞ്ഞു അൽഹംദുലില്ലാ എനിക്കുള്ളതാണ്. 1 കൊടുത്താ 10. ഫയുലൈഫു ലഹാ വമയ്യുഖരിലുല്ലാഹ് ഖർളൻ ഹസനാ. വിശുദ്ധ ഖുർആനല്ലേ വമൻ യുഖരിലുല്ലാഹ് ഖർളൻ ഹസനാ. അല്ലാഹു തആലാക്ക് വേണ്ടി കൊടുക്കുന്നവൻ ആര്? അങ്ങനെ കൊടുത്തവർക്ക് ആയുസ്സുണ്ട്, ദീർഘായുസ്സുണ്ട്. അവരെ രോഗങ്ങൾ വിഷമങ്ങൾ മരുന്നില്ലാതെ മാറുന്നുണ്ട്. അവരെ ഖബറിൽ നാളെ വെളിച്ചമുണ്ട്, വിശാലതയുണ്ട്. അവരെ കച്ചവട ബിസിനസ്സിൽ ബർക്കത്തുണ്ട്. അവർക്കുള്ള അല്ലാഹുവിന്റെ കോപം തടയപ്പെടുന്നുണ്ട്. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അല്ലാഹു അവരെ കാക്കുന്നുണ്ട്. അതോടൊപ്പം തിരിച്ചല്ലാഹു ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും അതിന്റെ ഇരട്ടിയായി കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ചരിത്രം. അബൂസ്താ എടുത്ത ആള് ബയ്യൊക്കെ കൊടുത്ത ഫാത്തിമ മേങ്ങിയ ഇല്ല, വേറെ 3 വേറെ കൊടുത്തിട്ടുണ്ടാവും. കാരണം എന്താ, അത് ഞങ്ങളെ ഭാഗത്തും അല്ല, അത് റസൂലുള്ളാന്റെ മോള് ഫാത്തിമ ഏറെ കൊടുത്തിട്ടുണ്ടാവും. തിരിഞ്ഞ ഞാൻ ഇത് പറഞ്ഞ കൊടുത്തോ ഇല്ലേ എന്നതല്ല വിഷയം. ആ 1 കൊടുത്തപ്പോ അല്ലാഹു തിരിച്ചു കൊടുത്തത് 10. അല്ലാഹു തആല നമ്മളെ മുതലിലും സമ്പത്തിലും ബർക്കത്ത് ചെയ്യട്ടെ.